സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് 10ാമത്തെ ചാപ്റ്റർ ആയ സർക്കിൾ ആൻഡ് ലൈൻസ് എന്ന ചാപ്റ്റർ. ഓക്കെ, ആദ്യം ഞാൻ ജസ്റ്റ് ഇതിൽ എന്തൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് എന്താക്കുക ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ ഞാൻ പറയാം. ഓക്കെ, സോ നിങ്ങളൊക്കെ അതെന്താക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്യണം, ചിലപ്പോൾ അറിയുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പാടുന്നതാണ് സർക്കിൾ ആൻഡ് ലൈൻസ് എന്നുള്ള ചാപ്റ്റർ ആണ് അല്ലെ. ഒരു സർക്കിള് അഭിനന്ദ എന്തൊക്കെ ഉണ്ടാവും ഒരു സർക്കിളില്, എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക? നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാവും മെയിൻ ആയിട്ട്? ഒരു സെന്റർ ഉണ്ടാവും അല്ലെ. നമ്മൾ സാധാരണ ഇതിനെ ഓ എന്നുകൊണ്ടാണ് നമ്മൾ ഇതാക്കുക, അതിനെ ഡിനോട്ട് ചെയ്ത് സെന്റർ ഉണ്ടാവും. പിന്നെന്താണ്, പിന്നെ ഞാന് ഡയമീറ്റർ ഉണ്ടാവും. അതേപോലെ ഇതെന്താണ്, ഒരു സെന്ററിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ, അതിന്റെ ലെങ്ത് എന്താണ്? ഇതെന്താണ്? ഓ സോറി, ബോർഡ് കാണുന്നില്ല അല്ലേ. ഓക്കെ, കാണാവോ ബോർഡ്? ഓക്കെ, ഹാദി കാണുന്നില്ലേ? ഹാദി ഹാദി ക്ലാസ് കാണുന്നില്ലേ? റെസ്പോൺസ് ചെയ്യൂ. കേട്ടില്ല. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിക്കട്ടെ, ആർക്കും ചോദിക്കാവുന്നതാണ്. സോ ഇത് അപ്പൊ ബോർഡ് കാണുന്നുണ്ടല്ലോ. സോ നമ്മള് സെന്ററിൽ നിന്ന് ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് എന്താക്കുക ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത്തിന് എന്താണ് പറയാ? നേറ എന്താണ് പറയാ? ഈ ലെങ്ത്തിന് എന്താണ് പറയാ? നേറ ഓക്കെ, റേഡിയസ്. അത് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യല് R ആണ് അല്ലെ. പിന്നെ എന്തുണ്ട്? ഡയമീറ്റർ നമുക്കറിയാം. ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? സർക്കിളിന്റെ ഒരു എൻഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് വരക്കുന്ന എന്താണ്, ഒരു ഏറ്റവും വലിയ കോഡാണ് അല്ലെ. അതായത് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്, അതാണ് ഡയമീറ്റർ. സോ ഇതാണ് ഡയമീറ്റർ. സാധാരണ ഡി എന്നാണ്. നമ്മൾ സാധാരണ ഡീനെ നമുക്ക് എന്താ, ഡി എന്ന് വെച്ചാൽ 2 ഇൻറ്റു റേഡിയസ് ആണ്. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? കോഡ് അല്ലെ. കോഡ് എന്ന് വെച്ചാൽ എന്താണ്? സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈൻ സെഗ്മെന്റ്, അതാണ് കോഡ്. അപ്പൊ ഞാനൊരു കോഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ കോഡാണ് എന്ത്? ഡയമീറ്റർ. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ. സെന്റർ, റേഡിയസ്, ഡയമീറ്റർ, പിന്നെ കോഡ്. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. എന്തുണ്ട്? ആർക്ക് ഉണ്ട്, സെക്ടർ ഉണ്ട്. അത് ഈ ചാപ്റ്ററിൽ വല്ല ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓക്കെ അപ്പൊ ഋഷികേഷ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സെന്റർ ഉണ്ടാവും, റേഡിയസ് ഉണ്ടാവും, ഡയമീറ്റർ ഉണ്ടാവും, കോഡ് ഉണ്ടാവും. ഡയമീറ്റർ എന്ന് വെച്ചാൽ 2 ഇൻറ്റു റേഡിയസ് ആണ്. ക്ലിയർ ആണോ ഋഷികേഷ്? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് ജസ്റ്റ് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇനി നമുക്ക് ഓക്കെ, ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത്, നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് ക്വിക്കായിട്ട് എങ്ങനെ സ്കോർ ചെയ്യാം. അതായത് എല്ലാ പാഠത്തുനിന്നും എന്തുണ്ടാവും, ആദ്യം നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽസ് ഉണ്ടാവും. പിന്നെ ഇത്തിരി ഒരു എക്സ്പെർട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമുക്ക് ക്വിക്കായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് വരാൻ നമ്മൾ എന്തൊക്കെ പഠിക്കണം, ആ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ഇത് നോട്ട് ചെയ്തോ എല്ലാരും?
എല്ലാരും നോട്ട് ചെയ്താ പറയണേ. നോട്ട് ചെയ്തു. ഓക്കെ, നൈറോ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? അത് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കണം. വളരെ സിമ്പിൾ ആണ്, അതെന്താക്കുക മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഒന്നതാണ്, ഇത് രണ്ട് കോഡാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലെ. ഇപ്പൊ എ ബി എന്നുള്ള കോഡും അതേപോലെ സി ഡി എന്നുള്ള കോഡാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലെ. ഇത് ഏത് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു? പി എന്നുള്ള പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കോഡ് മറ്റേ കോഡിന് എന്തായിട്ടുണ്ട്? രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട് അല്ലെ. സോ സി ഡി എന്നുള്ള കോഡ് നോക്കുകയാണെങ്കിൽ എ ബി എന്നുള്ള കോഡിനെ നമ്മൾ എ പി അതുപോലെ പി ബി എന്നുള്ള രണ്ട് പാർട്ടാക്കി മാറ്റുന്നുണ്ട്. പാർട്ടാക്കി മാറ്റുന്നില്ലേ അല്ലേ? എ പി അതുപോലെ പി ബി എന്നുള്ള രണ്ട് പാർട്ടാക്കി മാറ്റുന്നില്ലേ? ഈ സി ഡി എന്നുള്ള കോഡ് ഈ എ ബി എന്നുള്ള കോഡിനെ എവിടെ എന്തായിട്ട് രണ്ടായി കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒന്ന് എ പി പിന്നെ പി ബി. ഓക്കെ ആണോ? സോ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഇക്വേഷൻ വരുന്നത്, ഇതിന്റെ ലെങ്ത് ഒക്കെ നമ്മൾ അറിയാം. എ പിയുടെയും പി ബിയുടെയും അതുപോലെ സി പിയുടെയും പി ഡിയുടെയും ലെങ്ത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്താക്കാം? എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഒന്നുമില്ല, ഇവിടെ എ പി എന്നാൽ എന്താണ്? എ പി എന്ന് വെച്ചാല് ഇതാ ഇത്രയും എന്താണ്? ഇത്രയും ലെങ്ത് ആണ്. അതേ ഇൻറ്റു പി ബി ഈസികൾ എന്താണ്? സി പി ഇൻറ്റു പി ഡി. ഓക്കെ ആണോ? അതാണ് ഫസ്റ്റ് നമ്മൾ എന്താക്കേണ്ടത്, പഠിക്കേണ്ടത്. ഒന്ന് നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ എങ്ങനെ കാരണം എ പി തന്നിട്ടുണ്ടാവും 3. ഓക്കെ, പി ബി 4 തന്നിട്ടുണ്ടാവും. സി പി 6 ആണെങ്കിൽ പി ഡി എന്താ? ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്ത് നോക്കൂ, അതിനെന്താ ആൻസർ വരിക എന്നുള്ളത്. അതായത് നമുക്ക് തന്നത് എ പി തന്നത് 3, അതേപോലെ പി ബി എത്ര തന്നത്? 4 ആണ്. സി പി എത്ര തന്നത്? 6 ആണ്. എങ്കിൽ പി ഡി എത്രയായിരിക്കും? അതായത് ഇങ്ങനെ ഫിഗർ തന്നിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, അത് എത്രയായിരിക്കും എന്ന് കാണാനുണ്ടാവും. ഈസി ആയിട്ട് ചെയ്തൂടെ? എല്ലാവരും ചെയ്തു നോക്കൂ. ഇക്വേഷൻ പഠിക്കുക, കാണാതെ പഠിക്കുക ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഇതാ ഇത് രണ്ട് ടോട്ടൽ ഇവിടെ 4 പാർട്ടാ അല്ലെ. സോ എ പി ഇൻറ്റു അതായത് ഈ ലെങ്ത് ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഈ സിമ്പിൾ അല്ലേ? നേരെ സിമ്പിൾ ആണോ? നേര ഈസി ആയിട്ട് പഠിച്ചൂടെ നമുക്ക്? ഓക്കെ, സോ ഇത് ഒന്ന് ആദ്യം എഴുതിച്ചിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്തുക. ആർക്കെങ്കിലും കിട്ടിയോ ആൻസർ? ഋഷികേഷ്, അഭിനന്ദ്, വിനിൽ എന്തെങ്കിലും ആൻസർ കിട്ടിയോ? ഇല്ല സാർ. ഓക്കെ, ചെയ്യാറില്ല. ജസ്റ്റ് ഈ ഇക്വേഷൻ എല്ലാം ഇട്ടെടുത്താൽ മതി. മുകളിൽ ഇക്വേഷൻ കണ്ടില്ലേ?
എ പി ഇൻറ്റു പി ബി ഇസിക്കൽ ടു സി പി ഇൻറ്റു പി ഡി. ജസ്റ്റ് ഇവിടെ എ പി 3 ആണ്. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി ഇതാണ്, എ പി ഇൻറ്റു പി ബി ഇസിക്കൽ ടു എന്താണ്, സി പി ഇൻറ്റു പി ഡി ആണ്. ഇവിടെ തന്നതൊക്കെ എന്താക്കാം, നമുക്ക് പി ഡി ആണ് കാണുന്നത്. എ പി ഇവിടെ തന്നിട്ടുണ്ട്, എ പി എന്താണ് 3 ആണ്. സോ 3 ഇൻറ്റു പി ബി എന്താവും 4. അതെന്താണ് സി പി എന്താണ് 6 ആണ്. പി ഡി ആണ് നമുക്ക് കാണേണ്ടത്. സോ പി ഡി എഴുതും. നമുക്ക് ഇനി പി ഡി കിട്ടണമെങ്കിൽ 6 എന്താക്കണം, അപ്പുറത്ത് കൊണ്ടുവരണം. സോ പി ഡിക്ക് എത്ര കിട്ടും ഒന്ന് കണ്ടിട്ട് പറയൂ, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയിക്കാം. പന്ത്രണ്ട് ഇസിക്കൽ ടു 6. 12 ഇസിക്കൽ ടു 6 പി ഡി എന്ന് വരും അല്ലെ. സോ പി ഡി എന്താണ്, അപ്പൊ എന്താ കിട്ടുക നമുക്ക്, പി ഡി പി ഡി 2 കിട്ടുക. സിമ്പിൾ അല്ലേ. സോ ഇതെന്താ, ഇത് 12 ഇസിക്കൽ ടു 6 ഇൻറ്റു പി ഡി എന്നാവും അല്ലെ. നമ്മള് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതിന്റെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി. ഇപ്പൊ പി ഡി കിട്ടണമെങ്കിൽ 6 എന്താക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെ. സോ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 6 ഇൻറ്റു പി ഡി ഇസിക്കൽ എന്താ 12 എന്ന് എഴുതാം. എന്നിട്ട് പി ഡി ആ കിട്ടേണ്ടത്. പി ഡി കിട്ടുമ്പോൾ 6 അപ്പുറത്ത് കൊണ്ടുപോവാം. ഇവിടെ ഇൻറ്റു ആണ്, അപ്പൊ ഇൻറ്റുവിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും ഋഷികേഷ്, പി ഡി ഇസിക്കൽ എന്തായിട്ട് മാറും, ബൈ ആവും. സോ 12/6 ആവും. ആൻസർ എന്താണ് 2 ആണ്. ഓക്കെ, ഇപ്പൊ 2. ഇതൊക്കെ സെന്റിമീറ്റർ ആണ് തന്നെങ്കിൽ ഇവിടെ എന്താണ് 2 സെന്റിമീറ്റർ. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്തോടെ ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ. അതിന് നമ്മൾ എന്ത് പഠിക്കണം, മുകളിലത്തെ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഇപ്പം തന്നെ പഠിക്കും. ഇത് കാണാതെ പഠിക്കാനൊന്നുമില്ല. നമ്മൾ എന്താ ജസ്റ്റ് നോക്കി ഈ ഫിഗർ വരച്ചാൽ അത് മനസ്സിലാവും. എ പി ഇൻറ്റു പി ബി ഇസിക്കൽ ടു സി പി ഇൻറ്റു പി ഡി അല്ലെ. ആ ഫിഗർ ഇത് കാണാതെ പഠിക്കരുത് കേട്ടോ, ഇത് ഫിഗർ നോക്കി പഠിക്കുക. ചിലപ്പോ ഫിഗറിൽ എന്റെ സ്ഥാനം ചിലപ്പോ ബി നീക്കാൻ തരിക. അപ്പൊ നമ്മൾ കാണാതെ പഠിച്ച് പോയാലും എല്ലാം തെറ്റും. ഫിഗർ വരച്ചിട്ട് എന്താക്കുക, എ പി ഇൻറ്റു പി ബി ഇസിക്കൽ ടു സി പി ഇൻറ്റു പി ഡി. ക്ലിയർ ആണോ? എല്ലാരും നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? അടുത്ത് പറയട്ടെ. ഇതേപോലെ നമുക്ക് ഒരു 3 ഇക്വേഷൻസ് പഠിക്കാണ്ട് ഇതിന് പുറമെ. ഓക്കെ, അതിന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ കഴിയണം. അടുത്ത് പറയട്ടെ. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇത് പറഞ്ഞാല് 2 കോഡുകളാണ് അല്ലെ. എ പിയും സി ഡിയും പറഞ്ഞാൽ 2 കോഡുകളാണ്. കോഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സർക്കിളിന്റെ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ സെഗ്മെന്റ്, അതാണ് കോഡ്. ഓക്കെ, ഇനി നിങ്ങൾ നമുക്കൊരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ ഉണ്ട്, ടാൻജന്റ്. ടാൻജന്റ് എന്താ അറിയോ, ആർക്കെങ്കിലും അറിയാമോ ടാൻജന്റ് എന്ന് വെച്ചാൽ എന്താ? ആദ്യം അറിയാമോ ടാൻജന്റ്? അല്ല, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇല്ല. ടാൻജന്റ് പറഞ്ഞാൽ ഒന്നുമില്ല. ടാൻജന്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഈ ഒരു ലൈൻ എന്താ, ഈ സർക്കിളിന്റെ ഒരു പോയിന്റ് കൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈൻ. ഓക്കെ, ഇതിനാണ് ടാൻജന്റ്. അതായത് സർക്കിളിന് കുറെ പോയിന്റുകൾ ഉണ്ടല്ലോ. ഓരോ പോയിന്റിൽ കൂടി നമുക്ക് എന്താക്കാൻ പറ്റും, ഒരൊറ്റ ടാൻജന്റ് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ആണ് എന്ത്, ഞാൻ ഇവിടെ വരച്ചേക്കുന്നത് ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ഞാൻ ഇപ്പൊ ഇവിടെ വേറെ പോയിന്റ് ഉണ്ട്, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് വരക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് വെച്ചാൽ ഇങ്ങനെ വരക്കാം. ഇതാണ് ആ പോയിന്റിന്റെ ടാൻജന്റ്. ഓക്കെ, സോ സർക്കിളിന്റെ ഓരോ പോയിന്റിനും ഓരോ ടാൻജൻസുകൾ നമുക്ക് വരക്കാൻ പറ്റും. ഇപ്പൊ ടാൻജന്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പോ നമ്മളിപ്പോ ഒരു സ്ട്രൈറ്റ് റോഡിൽ ഒരു സൈക്കിൾ എന്താണ് നമ്മൾ കൊണ്ടുപോവാണ്. സൈക്കിൾ കൊണ്ടുപോകുമ്പോൾ സൈക്കിളിന്റെ ചക്രവും റോഡും അല്ലെ, അതേപോലെയാണ്. അത് ആ റോഡ് നോക്കുക, ഇത് ചക്രം, അതായത് അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയാം. ടാൻജന്റ് ആണ് അതിന്റെ മീനിങ് തന്നെ എന്താണ്, സ്പർശിക്കുക അങ്ങനെയൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ മനസ്സിലായോ ടാൻജൻസ് പറഞ്ഞാൽ എന്താ, മനസ്സിലായോ? മനസ്സിലായില്ല. വിനിലാണോ മനസ്സിലാവാത്തെ? ഇത് മലയാളം മീഡിയം ആരല്ലേ? ആരാണ്? ആദി. ഓക്കെ, അപ്പൊ മറ്റിന്റെ ഒക്കെ മലയാളം പറഞ്ഞതാ. അപ്പൊ സെന്റർ പറഞ്ഞാല് വൃത്ത കേന്ദ്രം അറിയാലോ. റേഡിയസ് പറഞ്ഞാൽ ആരം, ഡയമീറ്റർ പറഞ്ഞാൽ വ്യാസം, കോഡ് എന്ന് വെച്ചാൽ ഞാണ്. കേട്ടിട്ടുണ്ടോ ഹാദി? ഞാൻ
ഞാണ് കേട്ടോ. പിന്നെ ടാൻജന്റിന്റെ ഇത് പറഞ്ഞാല് സ്പർശരേഖ, തുട, സ്പർശരേഖ. നമുക്കൊരു ചാപ്റ്ററിൽ ഉണ്ടല്ലോ സ്പർശരേഖകൾ പറഞ്ഞിട്ട്, അതാണ് ടാൻജന്റ്. മനസ്സിലായോ ആദി? സ്പർശരേഖ കേട്ടോ. രേഖ എന്നാൽ ലൈന്, സ്പർശ എന്നാല് സ്പർശിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അത് ടാൻജന്റ് കൂടി എഴുതിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ടാൻജന്റ് എന്താന്ന് പറഞ്ഞുതരാം. ടാൻജന്റ് ആണ് ഒന്നുമില്ല, സർക്കിളിന്റെ ഒരൊറ്റ സിംഗിൾ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ പറഞ്ഞ പേരാണ് എന്ത്? ടാൻജന്റ്. ഓക്കെ ഓക്കെ, അപ്പൊ ഏത് സർക്കിളിന്റെ ഒരു പോയിന്റ് ഇട്ടാലും നമുക്ക് എന്താക്കാം, അതിന് ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് അതിന് തൊട്ടുകൊണ്ട് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് ടാൻജന്റ്. അപ്പൊ ടാൻജന്റിന് കുറെ പ്രത്യേകതകളുണ്ട്. നമുക്ക് അത് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ എന്താക്കാം, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് എന്താ ടാൻജന്റ് എന്ന് പഠിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആയോ ഹാദി? ഓക്കെ, വിനിലിന് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, സെറ്റ്. എന്നാ നമുക്ക് ഇനി രണ്ടാമത്തെ പഠിക്കാം. രണ്ടാമത്തൊന്നുമില്ല, രണ്ടാമതും കോഡ് തന്നെയാണ്. ഇതിപ്പോ കോഡ് നമുക്ക് ഉള്ളിൽ വരച്ചതായിരുന്നല്ലോ, രണ്ട് കോഡുകൾ നമ്മൾ ഇങ്ങനെ ഉള്ളിൽ വരച്ചതായിരുന്നു. രണ്ടാമത്തെ ഇത്തിരി വെറൈറ്റി ആണ്. ഞാൻ ഫിഗർ വരക്കാം. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ രണ്ട് കോഡ് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കോഡുകൾ എന്താണ്? സർക്കിളിന്റെ പുറത്താണ് ഇന്റർസെക്ട് ചെയ്യുക. രണ്ട് കോഡാണ്, രണ്ട് കോഡുകൾ ഞാൻ നീട്ടി വരച്ചു. ഓക്കെ, അതായത് ഇവിടെ എ ബി എന്നുള്ള കോഡ്, അതേപോലെ സി ഡി എന്നുള്ള കോഡ്. അപ്പൊ നേരത്തെ നമുക്ക് എ ബി സി ഡി എന്നുള്ള കോഡായിരുന്നു അല്ലെ. ഇവിടെ എന്തായിരുന്നു? എ ബി സി ഡി എന്നുള്ള കോഡ് എന്താ ഇങ്ങനെ ആയിരുന്നു. അത് ഇന്റർസെക്ട് ചെയ്യുന്ന ഉള്ളിലായിരുന്നു. പിന്നെ ഞാൻ എന്താക്കി, ഇതിനെ പുറത്തേക്ക് എന്താക്കി, നീട്ടി വരച്ചു. ഈ കോഡിനെ നീട്ടി വരച്ചാണ്ട് പുറത്ത് കൂട്ടിമുട്ടുന്ന, ഇന്റർസെക്ട് ചെയ്യാന്നാൽ കൂട്ടിമുട്ടുക കേട്ടോ. ആദ്യം കൂട്ടിമുട്ടുക. കൂട്ടിമുട്ടുന്ന പോയിന്റ് പുറത്താണ്. അതിന് ഞാൻ പി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, നേരത്തെ ഫിഗറിൽ എന്തായിരുന്നു? രണ്ട് കോഡുകൾ ഉള്ളിലായിരുന്നു കൂട്ടിമുട്ടുന്നത്, എ ബിയും സി ഡിയും. അതിന്റെ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ പി എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ എ പി ഇൻറ്റു പി ബി സിക്കൽ ടു പി സി ഇൻറ്റു പി ഡി. അതാണ് ഒന്നാമത്. സോ ഇങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെയായിരിക്കും ഇക്വേഷൻ വരാന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും എന്ത് ഇതേ ഫോർമാറ്റ് തന്നെയാണ്. ഒന്ന് ഇൻറ്റു ഒന്ന്. സാറേ ആ, എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ അതേപോലെ ഇനി രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് ഇങ്ങനത്തെ ഇക്വേഷൻ പഠിക്കുമ്പോഴാണ്. സോ അങ്ങനെ പഠിക്കാനുള്ള ഇക്വേഷൻ അതിലേക്ക് വരികയാണ് ഞാൻ കേട്ടോ. സോ ഇതൊന്നുമില്ല, ഇവിടെ രണ്ട് എ ബിയും സി ഡി എന്താണ്? രണ്ട് കോഡുകളാണ് അല്ലെ. എ ബിയും സി ഡി രണ്ട് കോഡുകളാണ്. കോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇത്ര ലെങ്ത് ആണ് കോഡ് അല്ലെ. ഇപ്പൊ എ ബി എന്നുള്ള കോഡ് പറഞ്ഞാൽ ഇതാണ് എ ബി എന്നുള്ള കോഡ്. സി ഡി എന്നുള്ള കോഡ് എന്താണ്? ഇതാണ് സി ഡി എന്നുള്ള കോഡ്. ഈ രണ്ട് കോഡിന് ഞാൻ എന്താക്കി, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് കോഡിനെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുറത്തൊരു പോയിന്റ്, വൃത്തത്തിന്റെ പുറത്തൊരു പോയിന്റിലാണ് അത് ഇന്റർസെക്ട് ചെയ്യുന്നത്. ആ രീതിയിൽ ഞാൻ ഇതിനെ രണ്ടും നീട്ടി വരച്ചു, രണ്ട് കോഡിനെയും. ഓക്കെ, പിന്നെ മനസ്സിലായി? അങ്ങനെയാണ് ഈ ഫിഗർ കിട്ടിയത്. മനസ്സിലായോ? മനസ്സിലായില്ല. ഓക്കെ, അതായത് നമുക്ക് എ ബിയും അതുപോലെ സി ഡി രണ്ട് കോഡുകൾ വരച്ചിട്ടുണ്ട്. അത് എ ബി സി ഡി കോഡ് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇതാണ്. എ ബി സി ഡി. ഓക്കെ, എ ബി സി ഡി അങ്ങനെ രണ്ട് കോഡുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത്, ഇതിനങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുറത്തത്തെ ഒരു പോയിന്റിൽ എന്താക്കി, കൂട്ടിമുട്ടുന്ന രീതിയിൽ എന്താക്കി, എക്സ്റ്റെൻഡ് ചെയ്ത്. അങ്ങനെ പുറത്ത് കൂട്ടിമുട്ടുന്ന പോയിന്റ് പി എന്ന് മാർക്ക് ചെയ്ത്. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. അങ്ങനെയാണ് ഈ ഫിഗർ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ, ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും വാല്യൂസ് കാര്യങ്ങൾ തരികയാണെങ്കിൽ, തരാത്ത വാല്യൂസ് കിട്ടാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ എന്താക്കണം, കാണാതെ പഠിക്കണം. ആ ഇക്വേഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെയ്താ. ഇക്വേഷൻ എത്ര ഉള്ളൂ? ഇക്വേഷൻ ഇതാണ് കേട്ടോ. പി എ ഇൻറ്റു പി ബി ഈസിക്കൽ ടു എന്താ? പി സി ഇൻറ്റു പി ഡി. സിമ്പിൾ അല്ലേ? പി എ ഇൻറ്റു പി ബി ഈസിക്കൽ ടു
പി സി ഇൻറ്റു പി ഡി. അപ്പൊ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഓക്കെ, ഇത് മനസ്സിലായോ? പി എ എന്ന് വെച്ചാൽ പിയും എയും തമ്മിലുള്ള ലെങ്ത്, പി ബി എന്ന് വെച്ചാൽ എന്താണ്? പിയും ബിയും തമ്മിലുള്ള ലെങ്ത്. അതെന്തായിരിക്കും? പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഇപ്പോ പി എ തന്നിട്ടുണ്ട്, ഒരു എത്രയാണ്? ഒരു 2 സെന്റിമീറ്റർ ആണ്. പി ബി ടോട്ടല് ഒരു 5 സെന്റിമീറ്റർ ആണ്. 5 അല്ല, 8. പി എ ഒരു 3 സെന്റിമീറ്റർ, പി ബി ടോട്ടൽ ഒരു 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, പി സി വരുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഇതൊരു 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പി ഡി എന്താ? പി ഡി എന്താന്ന് ചോദ്യം ചോദിക്കും. പി എ 3 സെന്റിമീറ്റർ, പി ബി 6 സെന്റിമീറ്റർ, പി സി 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പി ഡി എന്താ? ജസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് മനസ്സിലായോ? ഇത് കാണാതെ പഠിക്കണം. പി എ ഇൻറ്റു പി ബി സികൾ പി സി ഇൻറ്റു പി ഡി എന്ന് കാണാതെ പഠിക്കണം. ഇത് പഠിച്ചാൽ നമുക്ക് എന്താക്കാം? ഈ പ്രോബ്ലംസ് നമുക്ക് എന്താക്കാം? സോൾവ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഈ ഫിഗർ ആദ്യം എഴുതി വെക്കുക. എ ബിയും സി ഡി എന്നുള്ള കോഡ് നീട്ടി വെച്ചിട്ട് പി എന്നുള്ള പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി സികൾ പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. സോ നമ്മളിപ്പോ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഇതെന്താണ്? ഏകദേശം രണ്ടും അതേപോലെയാണ് ഇതും, അല്ലെ? ഓക്കെ, ഇത് എഴുതി വെച്ചോ? ഇതില് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഫിഗർ തരും, ഇങ്ങനെ കുറെ വാല്യൂസ് തരും. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ. പി എ 3 ആണ്, പി ബി 6 ആണ്, പി സി 2 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഡി എന്തായിരിക്കും? ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും. ഒന്ന് ചെയ്ത് നോക്കിട്ട് പറയാം കേട്ടോ. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ചോദിക്കാം. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കട്ടോ. വിനില ഓക്കെ ആണോ? ഓക്കെ, അതായത് ഇങ്ങനെ ഫിഗർ ഉണ്ടാവും. ഇങ്ങനെ ഫിഗർ ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? അത് പഠിച്ചേക്കാം. ഇപ്പൊ നോട്ട് ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതേക്കാം, ഇങ്ങോട്ട് ആൻസർ കണ്ടെത്തുക. സാറേ 9 കിട്ടി. 9. ബാക്കി ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കും കിട്ടാത്തതുണ്ടോ? കിട്ടാത്തവരുണ്ടോ? നേരെ കിട്ടിയോ? നേരെ നമുക്ക് പെട്ടെന്ന് ചെയ്തു. ഓക്കെ, എന്തായാലും ഞാൻ ചെയ്തരാം, എല്ലാവരും നോക്കൂ.
ഇവിടെ എന്താണ് പി എ 3 ആണ്, പി ബി 6 ആണ്, പി സി 2 ആണ്, പി ഡി എത്ര എന്നാ ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 3 into 6 ഇസിക്കൽ എന്താവും, പി സി എന്താ 2 into പി ഡി ആണ് കാണേണ്ടത്. അപ്പൊ 3 into 6 ദാറ്റ് ഈസ് 18 ആവും. 18 is equal to 2 into പി ഡി. സോ പി ഡി കിട്ടണമെങ്കിൽ എന്താക്കുക, 2 അപ്പുറത്ത് കൊണ്ടുപോകാം. സോ ഞാൻ 2 പി ഡി ഇങ്ങനെ എഴുതുന്നു, 2 പി ഡി 18 എന്ന് എഴുതുന്നു. എന്നിട്ട് പി ഡി കിട്ടണമെങ്കിൽ 2 അപ്പുറത്ത് കൊണ്ടുപോകാം. 2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ്, ഇവിടെ ഇൻറ്റു ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ ആവും. സോ 18/2 ദാറ്റ് ഈസ് 9. കിട്ടിയോ? ഇപ്പൊ സെന്റിമീറ്റർ ആണെങ്കിൽ 9 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് എപ്പോ നമ്മൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇങ്ങനത്തെ 3 ഇക്വേഷൻ ഉള്ളൂ. ഒന്നിപ്പോ 2 നമ്മൾ പഠിച്ചു. ഇനി അതേപോലെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇതേപോലുള്ള കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, എല്ലാരും എഴുതി വെച്ചോ? എല്ലാരും എഴുതിയോ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. 3ാമത്തെ പഠിക്കാണ്. ഇതേപോലുള്ള അതിന്റെ ലാസ്റ്റത്തേതാണ്, അത് പഠിക്കുകയാണ്. അതെന്താന്ന് വെച്ചാല് ഒന്ന് ഇതെന്താണ് ഞാൻ ഇപ്പൊ എന്താണ് അഭിനന്ദ ഞാൻ ഇപ്പൊ വരച്ചത് സർക്കിളിൽ എന്താണ് ഇപ്പൊ വരച്ച ലൈൻ സെഗ്മെന്റ്, ഇതിനെന്താണ് പറയാ? ഇതിനെന്താ പറയാ? എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ, എക്സ് വൈ. ഇതെന്താണ്? ഓക്കെ, എക്സ് വൈ കോഡാണ്. ഞാൻ വേറെ സംഭവം വരക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ ലൈൻ എന്താണ് ഞാൻ വരച്ചത്? ഇതിനെന്താ പറയാ? ടാൻജന്റ്. ഓക്കെ, ഇനി ഒരു കോഡും ടാൻജന്റും. ഇപ്പൊ ഇതുവരെ ഉള്ളതിലൊക്കെ 2 കോഡുകളായിരുന്നു അല്ലെ? ഇനിയിപ്പോ ഇനി കോഡും ടാൻജന്റും വരുമ്പോ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഞാൻ ഇതിനെ നീട്ടി വരക്കാം, കോഡിനെ നീട്ടി വരക്കുന്നു. ഓക്കെ, ടാൻജന്റിനെ നീട്ടി വരക്കുന്നു. ഓക്കെ, അത് പി എന്നുള്ള പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് ഈ പോയിന്റിന് നമ്മൾ ടി എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ഏത് പോയിന്റ് ആണോ ടാൻജന്റ് അതിന് ടി എന്ന് മാർക്ക് ചെയ്തു. സോ ഇതിനും ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷന് എല്ലാവരും നോക്കിയില്ലേ? ഇതൊന്നും നമ്മളെ വ്യത്യാസം എന്താ? ഫിഗർ നമ്മളെ വ്യത്യാസം എന്താണ്? ഇവിടെ എന്താ സി ഡിയും എ ബിയും എന്താണ്? കോഡാണ്. ഇവിടെ എന്താ ഇത്തിരിയും കൂടി മുകളിലേക്ക് പൊന്തിയപ്പോ എന്തായി? ടാൻജന്റ് ആയിട്ട് മാറി അല്ലേ? സോ അത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഇങ്ങനെയാണ് വരിക. പി എക്സ് ഇൻറ്റു എന്തായിരിക്കും? പി വൈ. അത് നേരത്തെ അതേപോലെ തന്നെയാണ്. പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? മുകളിൽ എന്തായിരുന്നു? പി എ ഇൻറ്റു പി ബി എന്നാണ്. സോ ഇവിടെ എയും ബി ഇല്ല, ആകെ ഒന്നല്ലോ, 2 ഒന്നാ അല്ലെ? സോ പി ടി ഇൻറ്റു പി ടി എന്ന് വരും. എന്താണ്? പി ടി ഇൻറ്റു പി ടി. എന്താ പി ടി ഇൻറ്റു പി ടി? എന്താ? എക്സ് ഇൻറ്റു എക്സ് എന്താ? വാട്ട് ഈസ് എക്സ് ഇൻറ്റു എക്സ്? എക്സ് ഇൻറ്റു എക്സ് എന്താണ് വിനിലെ? എക്സ് ഇൻറ്റു എക്സ് എന്താ? എക്സ് ഇൻറ്റു എക്സ് എന്താണ് വിനിൽ? വിനിൽ പോയോ? എക്സ് ഇൻറ്റു എക്സ് എന്താ? അഭിനന്ദ പറയാ, എക്സ് ഇൻറ്റു എക്സ് എന്താ? ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ വരുന്നത് കാണാം. പി എക്സ് ഇൻറ്റു പി വൈ ഇസിക്കൽ പി ടി ഇൻറ്റു പി ടി എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആണെങ്കിൽ ഇവിടെ എന്താണ്? പി ടി ഇൻറ്റു പി ടി എന്നാണ് എഴുതേണ്ടത്. ഇപ്പൊ നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് എന്നാൽ എന്താണ്? അഭിനന്ദ പറയാ, എക്സ് ഇൻറ്റു എക്സ് എന്താ? എസ് സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? സോ പി ടി ഇൻറ്റു പി ടി നമുക്ക് എങ്ങനെ എഴുതാം? പി ടി ഇൻറ്റു പി ടി നമുക്ക് എങ്ങനെ എഴുതാം? അഭിനന്ദ പി ടി സ്ക്വയർ എന്ന് എഴുതാം. സോ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, പി ടി സ്ക്വയർ. ഓക്കെ, സോ ഇതും കാണാതെ പഠിക്കണം. പക്ഷെ ഇതെന്താ? ഇത് പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചതായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഏതില്? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചില്ലേ? തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ ഇത് പി സി ഇൻറ്റു പി ഡി. അത് തന്നെയാണ് ഇവിടെ അല്ലെ? ഓക്കെ, പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി. അപ്പൊ ഇവിടെ പി സി ഇൻറ്റു പി ഡി തരുന്നുണ്ട്. അതിന്റെ പകരം എന്താണ്? പി എക്സ് ഇൻറ്റു പി വൈ.
അതെന്താണ് മുകളിൽ പിന്നെ വന്നത് പി എ ഇൻറ്റു പി ബി ആണ് അല്ലെ. സോ ഇവിടെ എയും ബിയും ഇല്ല, മുകളിൽ ആകെ എന്താണ് ഒരു ടി ഉള്ളൂ. സോ പി ടി ഇൻറ്റു പി ടി എന്ന് വരും, ദാറ്റ് ഇസ് പി ടി സ്ക്വയർ. അപ്പൊ രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, ഇതും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇതെന്തായാലും എഴുതി വെക്കാം, പി എക്സ് ഇൻറ്റു പി വൈ ഇസിക്കൽ ടു പി ടി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. ഇവിടെ പി എക്സ് തന്നിട്ടുണ്ട് 2, ഓക്കെ. എക്സ് വൈ തന്നിട്ടുണ്ട്, എക്സ് വൈ എന്താണ്, എക്സ് വൈ 4 ആണ്, ഓക്കെ. ഇത് 2 ആണ്, ഇത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ പി ടി എന്തായിരിക്കും അത് നിങ്ങളൊന്ന് കണ്ടെത്തി. തന്നത് പി എക്സും എക്സ് വൈ ആണ്, അതായത് തന്നത് പി എക്സ് 2 എന്ന് തന്നിട്ടുണ്ട്. ചെറിയൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നേരത്തെ ചെയ്തില്ലാട്ട് ഒരു വ്യത്യാസമുണ്ട്. എക്സ് വൈ തന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ പി ടി എന്താ, ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യം ഇത് എഴുതി വെച്ചിട്ട് ചെയ്യാം. എട്ടാണോ? പി ടി ആണ് വേണ്ടത്, പി ടി സ്ക്വയർ അല്ല. PT ആണ്. റൂട്ട് PT ആണെങ്കിൽ എത്താ റൂട്ട് 8 എന്ന് പറയുന്നുണ്ട്. ബാക്കി നേരൊക്കെ എത്ര കിട്ടിയേ? 67. ആദ്യം ചെയ്തോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാറേ 64 കിട്ടി. പി ടി 64 എന്നാണോ കിട്ടിയേ? നോക്കാം. അഭിനന്ദൻ എത്ര കിട്ടിയേ? റൂട്ട് 8 റൂട്ട് 8 കിട്ടുന്നുണ്ട്, 64 കിട്ടിയിട്ടുണ്ട്. വേറെ ആർക്കും വേറെ ആൻസർ കിട്ടും? ഋഷികേഷ് എത്ര കിട്ടി? 8. പിന്നെ നേരൊക്കെ എത്ര കിട്ടി? നേര നേരെ ചെയ്തല്ലേ? എത്ര കിട്ടി? കേട്ടില്ല. ഹാദിക്ക് എത്ര കിട്ടിയ? ഹാദി കിട്ടിയില്ല. അപ്പൊ നോക്കാം, നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ തന്നെ പി എക്സ് ക്യൂ എന്ന് തന്നിട്ടല്ലേ, പി എക്സ് അപ്പൊ ക്യൂ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എക്സ് വൈ ആ തന്നത്, എക്സ് വൈ 4 എന്നാ തന്നത്. പക്ഷെ പി വൈ ആ ഇക്വേഷനിലുള്ളത് പി എക്സ് ഇൻറ്റു പി വൈ എന്നാണ്. സോ പി വൈ എന്തായിരിക്കും? എക്സ് വൈ 4 ആണെങ്കിൽ പി വൈ എന്തായിരിക്കും? 6. ഓക്കെ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ് വൈ ആ തന്നത്, പി വൈ അല്ല. സോ പി വൈ അവിടെ 6 ആ. ഓക്കെ, മനസ്സിലായോ? സോ 2 ഇൻറ്റു 6 എന്ത് വരും? പി ടി സ്ക്വയർ എന്ന് വരും. അപ്പൊ 12 ആണ് പി ടി സ്ക്വയർ എന്ന് വരിക. ആർക്കും ഇത് കിട്ടിയില്ല, എല്ലാരും പി വൈ എന്തെടുത്ത് 4 എടുത്ത് അല്ലേ? അങ്ങനെയാണ് എല്ലാരും ചെയ്തത് അല്ലേ? അപ്പൊ ഇങ്ങനെ 12 ഈസിക്കൽ ടു പി ടി സ്ക്വയർ ആണെങ്കിൽ അപ്പൊ പി ടി എന്താണ്? അതായത് പി ടി സ്ക്വയർ ഈസിക്കൽ ടു 12. അപ്പൊ പി ടി എന്താണ്? പി ടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അഭിനന്ദ ഇങ്ങനെ പി ടി സ്ക്വയർ 12 ആണെങ്കിൽ പി ടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അഭിനന്ദ്? റൂട്ട് 12. നമുക്ക് പിന്നെ ഇവിടെ പ്ലസ് ഓർ മൈനസ് റൂട്ട് 12 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? പി ടി എന്ന ലെങ്ത് ആണ്, അത് എപ്പോഴും പ്ലസിലേ പറയുള്ളൂ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ റൂട്ട് 12 ആണ്. സോ ചിലപ്പോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും. നമ്മള് ഒരു ക്വസ്റ്റ്യൻ കിട്ടാണ്ട് ഒറ്റയടിക്ക് എന്താക്കരുത്, ഒറ്റയടിക്ക് ഇക്വേഷന് കൊടുക്കരുത്. നമ്മൾ ഒന്ന് ആലോചിച്ച് വെക്കുക, ഇക്വേഷനിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ ഉള്ളത്. സോ ഇതിൻ്റെതാണോ തന്നത് നോക്കുക. തന്നിട്ടില്ലെങ്കിൽ ഇത് കണ്ടെത്തിയിട്ട് എന്താക്കുക, ഇക്വേഷനിൽ കൊടുക്കുക. വിനില് മനസ്സിലായോ? വിനിലിന് എങ്ങനെയാണ് റൂട്ട് 64 കിട്ടുക? നിനക്ക് പി ടി സ്ക്വയർ 8 എന്ന് കിട്ടിയല്ലേ? പി ടി കിട്ടുമ്പോ പിന്നെ 8ന്റെ സ്ക്വയർ ആണോ ചെയ്തത്?
ആ അത് തെറ്റാണ്. സ്ക്വയറിന് അപ്പുറത്ത് ഈക്വലിറ്റിന്റെ അപ്പുറത്ത് പോകുമ്പോ സ്ക്വയർ എന്തായിട്ടാ മാറാ? റൂട്ട് ആയിട്ടല്ല മാറാ. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ബാക്കി രണ്ടുപേരും തോന്നുന്നു XY4 ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇല്ല. ആർക്കാ ഡൗട്ടില്ലേ? ആദ്യക്കാണോ? ആ ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ഇത് വരുമ്പോ ഇങ്ങനെ ഫിഗർ കണ്ടില്ലേ? അതായത് ഒരു കോഡ് XY കോഡ് ഉണ്ട്, അതിനെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് P എന്ന പോയിന്റ്, അതുപോലെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട് T എന്നുള്ള പോയിന്റിൽ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് കൂട്ടിമുട്ടുന്ന P എന്ന പോയിന്റ്. ഇങ്ങനെ ഒരു ഫിഗർ വരുമ്പോ അതിൽ ചിലപ്പോ PX അതുപോലെ PY ഒക്കെ തന്നിട്ടുണ്ടാവും, PT കാണാൻ പറയും, അല്ലെങ്കിൽ PT തന്നിട്ടുണ്ടാവും, PX തന്നിട്ടുണ്ടാവും, അതിനായിട്ട് PY കാണാൻ പറയും. അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ഇക്വേഷൻ എന്താക്കണം? കാണാതെ പഠിക്കണം. PX into PY = PT² എന്നുള്ള ഇക്വേഷൻ കാണാതെ പഠിക്കണം. അപ്പൊ ഇത് വെച്ചിട്ട് എന്താക്കാം, നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് ഈ ഇക്വേഷൻ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. സ്ക്വയർ അറിയാൻ സ്ക്വയർ മനസ്സിലായില്ല. എങ്ങനെ? ആ സ്ക്വയർ അങ്ങനെ കിട്ടിയ മനസ്സിലായില്ല. അല്ല, സ്ക്വയർ ഇക്വേഷനിൽ വരുന്നതാണ്. ഏതായത് ഇക്വേഷൻ PT² സ്ക്വയർ എങ്ങനെ കിട്ടിയെന്നാണോ മനസ്സിലാകാത്തത്? ആ അത് നമ്മൾ കാണാതെ പഠിക്കുക. ഓക്കെ, ആ ഇക്വേഷൻ ആയിട്ട് കാണാതെ പഠിക്കുക കേട്ടോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താ ഡൗട്ട് ഉള്ളത്? നേരാ 12 എങ്ങനെ കിട്ടുന്നെന്ന് പറഞ്ഞു. 12 നമുക്ക് പറഞ്ഞാല് PX into PY ആണല്ലോ PT² അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് PX തന്നിട്ടുണ്ട് അല്ലെ? PX എത്രയാണ്? നേരാ PX എത്രയാണ്? PX എന്താണ് നേരാ? 2. ഇനി പിന്നെ അടുത്ത എന്താ? PX into PY ആ. PY കിട്ടണമെങ്കിൽ നമുക്ക് പറഞ്ഞത് ഒന്ന് PX 2 തന്നിട്ടുണ്ട്, XY 4 തന്നിട്ടുണ്ട് അല്ലെ? PY എന്ന് വെച്ചാൽ എന്താ? PY എന്ന് വെച്ചാല് ഇതാ, ഇവിടെ PX തന്നിട്ടുണ്ട്, അതുപോലെ XY തന്നിട്ടുണ്ട്. PY എന്ന് വെച്ചാൽ എന്താ? ഇത് രണ്ടും കൂടി കൂട്ടിയതല്ലേ PY എന്നുള്ളത് അല്ലേ? അല്ലേ നേരാ? ആണോ? അതായത് PX ഇതാ ഇവിടെ 2 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ 2 എന്ന് തന്നിട്ടുണ്ട്, XY 4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ടത് PY ആ. അതായത് ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള അകലാണ് അല്ലെ? അപ്പൊ അതെന്ന് വെച്ചാൽ എന്താണ്? PX കൂട്ടണം XY അല്ലേ? PY അല്ലേ? അല്ലേ നേരാ? 6 വന്നേ 4 അല്ലേ? PX 2 അല്ലേ? PX-നോട് എന്ത് കൂട്ടണം? XY കൂട്ടിയാലല്ലേ ടോട്ടൽ PY കിട്ടുക അല്ലേ? അപ്പൊ 2-നോട് ഇവിടെ 4 കൂട്ടിയാലാണ് ടോട്ടൽ ലെങ്ത് കിട്ടുക അല്ലേ? മനസ്സിലായില്ല? അതായത് ഇതിപ്പോ അല്ലേ നേരുടെ സ്ഥലം എവിടെയാണ്? നിന്റെ സ്ഥലം എവിടെയാണ്? പ്ലേസ് എവിടെയായിരുന്നു? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ, വടകര അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് രാമനാട്ടുകരയാണ്. രാമനാട്ടുകര അറിയില്ലേ? കേട്ടിട്ടുണ്ടോ രാമനാട്ടുകര? നേരാ സ്ഥലം അറിയില്ല, രാമനാട്ടുകര അറിയില്ലല്ലേ? എന്നാ ഓക്കെ, നമുക്ക് ഒഴിവാക്കാം. രാമനാട്ടുകര സ്ഥലം കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഓക്കെ, ഇത് മലപ്പുറമാണ്. ഓക്കെ, ഇത് ഇവിടെ പോയിന്റ് കോഴിക്കോടാണ്, കാലിക്കറ്റ്. ഓക്കെ, ഇതെന്താണ്? വടകരയാണ്. ഓക്കെ, ഇപ്പൊ മലപ്പുറത്തുനിന്ന് കാലിക്കറ്റേക്ക് ഒരു 80 കിലോമീറ്റർ ഉണ്ട്. കാലിക്കറ്റിൽ നിന്ന് വടകരയ്ക്ക് ഒരു 25 കിലോമീറ്റർ. ഓക്കെ, സുമാറാണ്. അപ്പൊ നമുക്ക് എന്താ, മലപ്പുറത്തുനിന്ന് വടകരയ്ക്ക് പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ ടോട്ടൽ? എത്ര കിലോമീറ്റർ വേണം നേരാ? മലപ്പുറത്തുനിന്ന് വടകരയ്ക്ക് പോകണമെങ്കിൽ ടോട്ടൽ എത്ര കിലോമീറ്റർ പോകണം? എത്ര പോകണം? ഇത് നോക്കി പറയൂ. നമുക്ക് മലപ്പുറത്തുനിന്ന് വടകരയ്ക്ക് പോകണമെങ്കിൽ ടോട്ടൽ എത്ര കിലോമീറ്റർ പോകണം? 105. അതെങ്ങനെ കിട്ടിയത്?
മലപ്പുറത്ത് നിന്ന് കാലിക്കറ്റിലേക്ക് പോകുന്ന ദൂരം കൂട്ടണം കാലിക്കറ്റ് നിന്ന് വടകരയ്ക്ക് പോകുന്ന ദൂരം അല്ലെ. ദാറ്റ് ഈസ് 80 + 25 അതാണ് 105. അതേപോലെ തന്നെ ഇവിടെ പിയും എക്സും വൈയും നോക്കൂ. പി എന്ന് വെച്ചാൽ മലപ്പുറമാണ്, എക്സ് എന്ന് വെച്ചാൽ കാലിക്കറ്റ് ആണ്, വൈ എന്ന് വെച്ചാൽ വടകരയാണ്. നമുക്ക് കണ്ടത് പി വൈയുടെ ലെങ്ത് ആണ്. പി വൈയുടെ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? പി എക്സിന്റെ ലെങ്ത് കൂട്ടണം എക്സ് വൈന്റെ ലെങ്ത് അല്ലേ. അപ്പൊ പി എക്സിന്റെ ലെങ്ത് ഇവിടെ 2 എന്ന് തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. അതുപോലെ എക്സ് വൈന്റെ ലെങ്ത് ഇവിടെ 4 എന്ന് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ എത്രയാണ്? 6 ആണ്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അവിടെ പി വൈ 6 എന്ന് കിട്ടിയത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ പി എക്സിന്റെ പി വൈ ആകുമ്പോൾ 2 × 6 എന്ന് വരും. ദാറ്റ് ഈസ് പി ടി സ്ക്വയർ. അപ്പൊ 12 പി ടി സ്ക്വയർ എന്ന് വരും. അപ്പൊ പി ടി സ്ക്വയർ 12 എന്ന് വരും. പി ടി കിട്ടണമെങ്കിൽ സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈക്വറ്റിന്റെ അപ്പുറത്തേക്കാണെങ്കിൽ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, ഇൻറ്റു എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഡിവിഷൻ ആവും, ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവും, സ്ക്വയർ എന്നുള്ളത് റൂട്ട് ആവും, റൂട്ട് ഉള്ളത് സ്ക്വയർ ആവും. നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലേ. അതേപോലെ അത് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. സോ കിട്ടിയോ? പി ടി √12 എന്ന് കിട്ടിയോ? ഓക്കെ, സോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് 1 or 2 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഓക്കെ, ഈ 3 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. ക്ലിയർ അല്ലേ എന്നുള്ളത്? ഓക്കെ, ഫസ്റ്റത്തെ എന്തായിരുന്നു? 2 കോഡുകൾ അല്ലെ. അപ്പോ ഇക്വേഷൻ എങ്ങനെ വരുന്നത്? AP × PB = CP × PD. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ഇത് 2 കോഡുകൾ തന്നെ, പക്ഷെ ഇന്റർസെക്ട് ചെയ്യുന്ന പുറത്താണ്. സോ ഇങ്ങനെ വരികയാണെങ്കിൽ PA × PB = PC × PD. ഓക്കെ, പിന്നെ അതല്ല ഇങ്ങനെയാണ് വരുന്നെങ്കിൽ ഒരു കോഡും ഒരു ടാൻജന്റും അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, പിയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. സോ PX × XY = PX × PY = PT സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ തെറ്റാണ്ട് എന്ത് ഇങ്ങനെ എടുക്കരുത് കേട്ടോ. PX × XY എന്ന് എടുക്കരുത്, PX × PY ആണ്, PX × PY ആണ്. ഓക്കെ, നമുക്കിനി ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് പോർഷനും കൂടി ഉണ്ട്, അത് നോക്കിയാ പോരെ? ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇതാക്കാം. എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടില്ലേ ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഓക്കെ, പേപ്പർ കാണുന്നുണ്ടോ? നമുക്ക് ഇതിൽ 0 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതില് ആദ്യം വരുന്നത് ഏതാ നോക്കാം നമുക്ക്. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ആ പാടത്തു നിന്നാണ്, പക്ഷെ നമ്മളത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഈ ഇതിന് അതിന് ഡയറക്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്തായാലും നമുക്ക് പഠിക്കണം. അത് പറഞ്ഞാല് ഒരു ഇത്തിരി എക്സ്പേർട്ട് ലെവൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് PA × PB, അത് PC × PD, അത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സംഭവം സിമ്പിൾ ആണ്. എന്തായാലും നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചത് 23/2. അതെല്ലാവരും വായിച്ചു നോക്കൂ. അത് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹാർദിക്ക് 23/2. ഹാദിക്ക് വേണമെങ്കിൽ മലയാളം പറഞ്ഞുതരാം. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 8 സെന്റിമീറ്റർ. ഒരു സർക്കിൾ ഉണ്ട്, റേഡിയസ് 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ,
എ പോയിന്റ് പി മാർക്ക്ഡ് 3 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ. സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലായിട്ട് എന്താക്കിയിട്ടുണ്ട്, ഒരു പി മാർക്ക് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി കോഡ് ത്രൂ പി which is perpendicular to the diameter through p. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പറയാൻ പോകുന്ന ഒരു സെക്ഷനും അതുപോലെ ഇപ്പത്തും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതിനു മുമ്പ് നമുക്ക് ഒന്നും കൂടി ഒരു പാർട്ടും കൂടി ജസ്റ്റ് നോക്കാണ്ട് അതും കൂടി പറഞ്ഞിട്ട് എന്താക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് കുറെ കാര്യങ്ങൾ റേഡിയസ്, ഡയമീറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ. ഈ കോഡിന് പ്രത്യേകത ഉണ്ട്. കോഡ്, ഈ കോഡിന് എന്തുണ്ട്, നമ്മൾ സെന്ററിൽ നിന്ന് ഈ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുകയാണെങ്കിൽ, സെന്ററിൽ നിന്ന് കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുകയാണെങ്കിൽ, അതായത് 90 ഡിഗ്രി ആയിക്കാലോ, അങ്ങനെ വരക്കുകയാണെങ്കിൽ ഈ കോഡിനെ നമ്മൾ ഈ വരക്കുന്ന ലൈനില്ലേ 2 ഈക്വൽ പാർട്ടായിട്ട് എന്താക്കും, ഭാഗിക്കും. മനസ്സിലായില്ലോ, ഒന്നുകൂടി പറഞ്ഞോ. ഞാൻ വേറെ ഫിഗർ അതായത് കോഡിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഞാൻ പറയുന്നത്. കോഡ് കാണുന്നില്ലേ? ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ സർക്കിൾ എന്തുണ്ട്, ഇവിടെ ഒരു സെന്റർ ഉണ്ടല്ലോ, സർക്കിളിന് സെന്റർ ഉണ്ടല്ലോ. ഞാൻ സെന്ററിൽ നിന്ന് എന്താക്കി ഒരു ലൈൻ വരക്കാണ് കേട്ടോ. സെന്ററിൽ നിന്ന് ഒരു ലൈൻ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഇതിലേക്ക് ഒരു എന്താക്കുക, ഒരു ലൈൻ വെക്കാം. സെന്ററിൽ നമുക്ക് കുറെ ലൈൻ വെച്ചൂടെ. ഫോർ എക്സാമ്പിൾ ഇത് സെന്റർ ആണ്, അതായത് സെന്റർ ആണ്, ഈ കോഡിലേക്ക് കുറെ ലൈൻസ് നമുക്ക് എന്താക്കാം, വരക്കാവുന്നതാണ് അല്ലേ. ഞാൻ ഇത് ഒരു ലൈൻ അവിടെ ഇങ്ങനെ വെച്ചു. അതുപോലെ ബോർഡ് പോയി. കാണാവോ? ഓക്കെ, അതായത് സെന്ററായ ഓയിൽ നിന്ന് ഞാൻ എ ബി എന്ന കോഡിലേക്ക് വരുന്ന ലൈൻസ് ആണ്. ഞാൻ 3 ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലെ. 3 ലൈൻസ് കണ്ടോ? ഇപ്പൊ ഞാൻ ഇപ്പൊ ഇ എഫ് ജി, അതായത് ഒ ഇ ഒ എഫ് ഒ ജി എന്നുള്ള 3 ലൈൻസുകൾ എന്താ ഈ കോഡിലേക്ക് വരച്ചിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, ഇപ്പൊ ഇതില് ഞാൻ ഒ എഫ് എന്നുള്ള ലൈൻ അല്ലേ, അതെന്താണ്, ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ. ഇത് ഈ ആംഗിൾ പെർപെൻഡിക്കുലർ അല്ലേ, ഈ കോഡും ഈ ലൈനും തമ്മിൽ ആംഗിൾ പെർപെൻഡിക്കുലർ അല്ലേ, 90 ഡിഗ്രി അല്ലേ, ആണോ? ഈ ഒ എഫ് എന്നുള്ള ലൈനും എ ബി എന്നുള്ള ലൈനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ, കണ്ടാൽ മനസ്സിലാവില്ലേ? ഇത് കണ്ട തോന്നുന്നില്ലേ? ഒ എഫ് എന്നുള്ളതും അതുപോലെ എ ബി എന്നുള്ള ലൈനും തമ്മിലുള്ള ആംഗിൾ എന്താണ്, 90 ഡിഗ്രി ആണ് അല്ലേ. ഓക്കെ, അങ്ങനെ 90 ഡിഗ്രി ആണെങ്കിൽ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ അതെന്താക്കും, ഈ കോഡിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. ഈക്വൽ ആയിട്ട് പറയോ? ഞാൻ പറയുന്നുള്ളൂ. അതായത് ഈ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ എ ബിയുടെ ടോട്ടൽ ലെങ്ത് 4 ആണെങ്കിൽ, അതെന്താക്കും, ഈ എഫ് എന്നുള്ളത് 2 ആയിരിക്കും, അതുപോലെ എഫ് ബി എന്നുള്ളത് എന്തായിരിക്കും, 2 ആയിരിക്കും. അതായത് ഈക്വൽ ആയിട്ട് ഭാഗിക്കും, ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. ഈ ഒ ജെ എന്നുള്ള ലൈൻ അല്ലേ, ഒ ജെ എന്നുള്ള ലൈന് എ ബി ഈക്വൽ ആയിട്ട് ഭാഗിക്കുമോ? കണ്ട ഇത് ഫിഗർ നോക്കിയിട്ട് നോക്കൂ. ഒ ജെ എന്നുള്ള ഈ ലൈന് ഈ എ ബി എന്നുള്ള കോഡിനെ ഈക്വൽ ആയിട്ട് ഭാഗിക്കുമോ? അതായത് ഞാൻ ഈ ലെങ്ത് ജി ബി എന്നുള്ള ലെങ്ത്തും
എ ജെ എന്നുള്ള ലെങ്ത്തും സെയിം ആയിരിക്കുമോ? ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവില്ലേ? സെയിം ആണോ? ഇല്ല. അല്ല. ഒ ഇ എന്നുള്ള ലൈന് എ ബി എന്നുള്ള ലൈനെ ഈക്വൽ ആയിട്ട് ഭാഗിക്കുമോ? അതായത് ഈ ലെങ്ത്തും അതുപോലെ ഇ ബി എന്നുള്ള ലെങ്ത്തും സെയിം ആണോ? ഇല്ല. ഓക്കെ. ഈക്വൽ ആയിട്ട് ഭാഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെൻട്രൽ നിന്ന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. ഇവിടെ ഒന്നും ആംഗിൾ പെർപെൻഡിക്കുലർ അല്ലല്ലോ, 90 അല്ലല്ലോ, ആണോ? പക്ഷെ ആംഗിൾ 90 ആണെങ്കിൽ അത് കോഡിനെ ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് ചെയ്യാന്നാൽ എന്താണ്? സമഭാജി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സമഭാജി, തുല്യ ഭാഗങ്ങളാക്കിയിട്ട് ഭാഗിക്കും. അതായത് എയും എഫും എഫ് ബിയും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ വേറെ ഫിഗർ വരക്കാം. ഓക്കെ. സോ അത് സെന്ററിൽ നിന്ന് ഞാൻ ഇതിലേക്ക് വരക്കുന്ന ഒരു ലൈനാണിത്. പെർപെൻഡിക്കുലർ ആയുള്ള ലൈനാണ്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വരക്കുന്ന ലൈനാണ്. സോ ഇതെന്തായിട്ട് മാറ്റും? ഇതിപ്പോ എ ബിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 10 ആണെങ്കിൽ ഇത്രയും ഭാഗം എന്തായാലും 5 കാരണം ഇതെന്തായിരിക്കും 5 അതായത് ബൈസെക്ട് ചെയ്യും. ബൈ എന്നാൽ രണ്ടാക്കി ഭാഗിക്കുക. ബൈസെക്ട് രണ്ടായിട്ട് ഭാഗിക്കും. ഈക്വൽ ബൈസെക്ട് കേട്ടോ. ഈക്വൽ ബൈസെക്ട് അതിന്റെ മലയാളം പറയുകയാണെങ്കിൽ സമഭാജി. അപ്പൊ ഈ ഒരു ഇത് പഠിക്കണം കേട്ടോ. കോഡും ആ സെന്ററിൽ നിന്ന് വരുന്ന ലൈനും തമ്മിലുള്ള റിലേഷൻ അത് 90 ഡിഗ്രി ആണെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ഭാഗിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരക്കുന്ന ലൈൻ അത് 90 ഡിഗ്രി ആണെങ്കിൽ എന്താ സംഭവിക്കുക? കോഡിന്റെ ടോട്ടൽ ലെങ്തിന് അത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. ഈക്വൽ ആയിട്ട് വായിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. സോ എപ്പോഴും ഈക്വൽ ആയിട്ട് വായിക്കില്ല. എപ്പോഴാ ഈക്വൽ ആയിട്ട് വായിക്കുക? അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രം. ഓക്കെ. ഇവിടെ നമുക്ക് ഒ ജി അതുപോലെ ഒ ഇ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തല്ല, അതും സെന്ററിൽ നിന്ന് വരുന്ന ലൈൻസ് ആണ്. പക്ഷെ അതെന്തല്ല, പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഈക്വൽ ആയിട്ട് വായിക്കില്ല. പക്ഷെ അത് നമ്മള് 90 ഡിഗ്രി ആണെങ്കിൽ എന്താവും? അത് ഈക്വൽ ആയിട്ട് വായിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതോടൊപ്പം തന്നെ വരുന്ന വേറൊരു സംഭവമാണ്. സാറേ ഇത് എഴുതണോ? ഇത് എഴുതിത്തോളൂ. എഴുതില്ല. ഞാൻ അത് ഫിഗർ വരട്ടെ കേട്ടോ. ഏത് ഈ രണ്ട് ഫിഗർ വരച്ചോ? ഇല്ല. ജസ്റ്റ് വരക്കുക. എന്നിട്ട് ഞാൻ സെന്റൻസ് എന്താ എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം.
ഓക്കെ, ജസ്റ്റ് വരച്ചോ. ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യം ഇംഗ്ലീഷിൽ എഴുതാം. ആദ്യം എഴുതണ്ട, മറ്റുള്ളവർ എഴുതാം, ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതാം. Perpendicular line from the center of the circle to a chord yeah. ബ്രേക്കപ്പ് ആണ്. ഇത് കഴിഞ്ഞിട്ട് എന്താക്കാം, എനിക്കൊന്നൊരു 10 മിനിറ്റുള്ളിൽ നമുക്ക് എന്താക്കാം, ഈ ചാപ്റ്റർ തീർക്കാം. ഇത് കഴിഞ്ഞ് ഓക്കെ, എന്നിട്ട് നമുക്ക് ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, ക്ലാസ് ഞാൻ അറിയിക്കാം. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇതെഴുതിയോ? പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ ടു എ കോഡ് will equally bisect the chord. Will equally bisect the chord. Equally bisect എന്ന് വെച്ചാൽ എന്താണ്? ബൈ എന്നാൽ രണ്ടായിട്ട് ഭാഗിക്കും, ഈക്വൽ ആയിട്ട് രണ്ട് കഷ്ണങ്ങളാക്കുന്ന പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ, മലയാളത്തില് ആദ്യം എഴുതിക്കോളൂ. വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം, വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാണ് മീൻസ് കോഡ്, ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം മീൻസ് പെർപെൻഡിക്കുലർ ലൈൻ. വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാനിന്റെ ലംബ സമഭാജി ആയിരിക്കും. വൃത്ത കേന്ദ്രത്തിൽ നിന്ന് നേരെ മനസ്സിലായില്ല? ബ്രേക്ക് ആവുന്നുണ്ട് നേരുടെ സൗണ്ട്. ഇംഗ്ലീഷിൽ പറയോ ഒന്നുകൂടി? പറയാം. ഇത് ആദ്യം എഴുതിയോ? വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാനിന്റെ ലംബ സമഭാജി ആയിരിക്കും. എഴുതിയോ ഹാദി? ഓക്കെ, നേരെ എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? നമുക്ക് perpendicular line from center of the circle to a chord. Perpendicular line from the center of circle to a chord എഴുതിയോ നേര? Perpendicular line from the center of circle to a chord perpendicular line from the center of circle, അത് എഴുതിയോ? to a chord ഞാണ്. എഴുതിയോ? ഏജില്ലേ നേര? ബാക്കി പറയട്ടെ. will bisect the chord equally, അങ്ങനെ എഴുതിയാൽ മതി. will bisect the chord equally. Okay, so okay അല്ലേ? നമുക്കിനി ലെങ്ത് ഓഫ് ദി കോഡ് നോക്കാം. അതും ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. എന്നിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ,
ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ കോഡിന്റെ ലെങ്ത് കണ്ടെത്താം? വിൽ എന്താ എങ്ങനെ വിൽ ബൈസെക്ട് ദ കോഡ്. ബൈസെക്ട് ഇവിടെ എഴുതിച്ചില്ല, ബൈസെക്ട് വിൽ ബൈസെക്ട്. ബൈസെക്ട് എന്നാൽ രണ്ടായിട്ട് മുറിക്കും. ബൈസെക്ട് ദ കോഡ് ഈക്വലി. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. ലെങ്ത് ഓഫ് ദി കോഡ് അതാട്ടോ ഇനി എടുക്കുന്ന കോഡിന്റെ ലെങ്ത് എങ്ങനെ കണ്ടെത്താന്നുള്ളത്. അതും ക്വസ്റ്റ്യൻ വരും. ലെങ്ത് ഓഫ് ദി കോഡ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കോഡിന്റെ നീളം, ഞാണിന്റെ നീളം. ഓക്കെ, സോ ഇതെന്താണ്? ഇത് സർക്കിൾ ആണ്, ഇത് O ആണ്. ഡി എന്ന് വെച്ചാൽ എ ബി എന്നുള്ളത് എന്താണ്? ഞാണാണ്. സോ എ ബിയുടെ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? എ ബി ആണ് അല്ലെ? എ ബി ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ ഓക്കെ, സോ ഇത് ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ, അതായത് ഇവിടെ സെൻട്രൽ നിന്ന് എ ബിയിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ലൈൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അത് ഡി ആണ്. ഓക്കെ, ഒ ബി എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒ ബി എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ഒ ബി? ഒ ബി എന്തായിരിക്കും? ഒ ബി എന്തായിരിക്കും? ഒന്ന് ചിത്രം നോക്കി പറയൂ. O സെന്റർ ആണ്, ബി സർക്കിൾ മെത്തേഡ് പോയിന്റ് അല്ലേ? സോ ഒ ബി എന്തായിരിക്കും? റേഡിയസ്. റേഡിയസ്. സോ R ആണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ ഇങ്ങനെയാണെങ്കിൽ, അതായത് സെൻട്രലിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ എന്താണ്? ഈ എ ബിനെ ഈക്വൽ ആയിട്ട് എന്താക്കും? ബൈസെക്ട് ചെയ്യും. സോ ഞാൻ ഇവിടെ ഒരു പി എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ എ ബിയുടെ ടോട്ടൽ ലെങ്തിന്റെ പകുതിയായിരിക്കും ഈ പി ബി അല്ലെ? ഞാൻ പി ബിക്ക് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എന്താണ്? എക്സിന്റെ ഡബിൾ ആയിരിക്കും ടോട്ടൽ ലെങ്ത് അല്ലേ? അല്ലെ? എ ബിയുടെ പകുതി ആയിരിക്കും എക്സ് അല്ലെ? എക്സ് എന്നുള്ള അകലം, ഇതിനെ ഞാൻ എക്സ് എന്ന് എടുക്കാം കേട്ടോ, ഈ ലെങ്തിനെ. ഓക്കെ, സോ നമുക്കില്ലേ ഈ ഡിസ്റ്റൻസ് മാറും തന്നാൽ, ഡിസ്റ്റൻസ് മീൻസ് എന്താ? ഇത് സെൻട്രൽ നിന്ന് ഞാണിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ ഡിയും ആറും തന്നാൽ നമുക്ക് എക്സ് എങ്ങനെ കണ്ടെത്താം? ഡിയും ആറും തന്നാൽ എക്സ് എങ്ങനെ കണ്ടെത്താം? പറയാൻ പറ്റുമോ? ഒന്ന് ചിത്രം നോക്കി പറയൂ. ഡിയും ആറും തന്നാൽ നമുക്ക് എങ്ങനെ എക്സ് കണ്ടെത്താം? 2 into 6. ഓക്കെ, 2 into 6 എന്ന് പറയുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും എങ്ങനെയും കണ്ടെത്താൻ പറ്റുമോ? നേര, ഋഷികേഷ്, ഹാദി, അഭിനന്ദ്. നിങ്ങൾ ട്രിയാങ്കിൾ ഒ പി ബി നോക്കൂ. ഇതിനെന്താ പ്രത്യേകത? ശരിക്കും നോക്കൂ ഒ പി ബി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. യാ, ഇത് റൈറ്റ് ആംഗിൾ, ഇവിടെ 90 ഡിഗ്രി ആണ്, റൈറ്റ് ആംഗിൾ ട്രിയാങ്കിൾ ആണ് അല്ലെ? സോ ഞാൻ ആ ട്രിയാങ്കിളിനെ എന്താക്കണം? അതിനെ മാത്രം ഞാൻ സ്വന്തമാക്കി ഒന്ന് വരക്കാണ്, ചെറുതാക്കി ഒന്ന് വരക്കാണ്. ഇതെന്താണ്? ഒ പി ഇങ്ങനെ ഉണ്ട്, ഒ പി ഇങ്ങനെ ഉണ്ട്, അതേപോലെ പി ബി ഇങ്ങനെ ഉണ്ട്, ഒ ബി ഇങ്ങനെ ഉണ്ട് അല്ലേ? ഓക്കെ, ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. ഒ പി ബി, ആ ട്രിയാങ്കിൾ ഞാൻ ജസ്റ്റ് എന്താ പുറത്തേക്ക് ഇട്ട് വരച്ചതാട്ടോ. സോ ഒ പി നമുക്കറിയാം ഡി ആണ്, ഒ ബി എന്താണ്? ആറാണ്. നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പൊ എക്സ് നമുക്ക് എങ്ങനെ കാണാം? എങ്ങനെ കാണാം? പറഞ്ഞു നോക്കൂ. ആർ എന്താണ്? ഈ ട്രിയാങ്കിൾ എന്താണ്? ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് അല്ലെ? അപ്പൊ ഹൈപ്പോട്ടനസും ഹൈറ്റും തന്നിട്ടുണ്ട്. സോ ബേസ് കാണണം. എങ്ങനെ കാണാം നമുക്ക്? Hypotenuse is equal to base square minus height square. അങ്ങനെയാണോ? പൈതഗോറസ് തിയറം ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിന് നമുക്ക് എന്താ? ഇത് ബേസ് ആ കാണേണ്ടത്. സോ ബേസ് സ്ക്വയറിന് നമുക്ക് ബേസ് സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താണ്? ബേസ് സ്ക്വയർ കിട്ടണമെങ്കിൽ ഹൈറ്റ് സ്ക്വയറിന് എന്താക്കാം? അങ്ങോട്ട് കൊണ്ടുവരാം. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ എന്ന് വരും. സോ എന്തുവരും? ബേസ് സ്ക്വയർ, അതാണ് എസ് സ്ക്വയർ. എസ് സ്ക്വയർ എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ? എന്താണ്? R square. ആർ സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ എന്താണ്? Square. ഡി സ്ക്വയർ അല്ലേ?
സോ എക്സ് സ്ക്വയർ ആർ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആർ. സോ എക്സ് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ എക്സ്? എക്സ് എന്താ? എക്സ് എന്താണ്? ആ നമുക്ക് സ്ക്വയറിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് എക്സ്. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹാഫ് ഓഫ് എ ബി അല്ലേ? അതായത് ലെങ്ത് ഓഫ് കോഡിന്റെ, അതായത് എ ബി ആണ് ലെങ്ത് ഓഫ് കോഡ്, അതിന്റെ പകുതിയാണ് അല്ലെ? സോ നമുക്ക് ലെങ്ത് ഓഫ് കോഡ് നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് കോഡ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 2x എന്ന് എഴുതാം അല്ലെ? ലെങ്ത് ഓഫ് കോഡ് എന്ന് വെച്ചാൽ 2 into x ആ. എക്സിന്റെ ഡബിൾ ആണ് അല്ലെ? ബി ബിന്റെ ഡബിൾ ആണ് എ ബി. സോ നമുക്ക് എന്താക്കാം? 2 into root of r square minus d square. ഇതാണ് ലെങ്ത് ഓഫ് ദി കോഡിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ അതൊന്നുമില്ല, കാണാതെ പഠിക്കാനൊന്നുമില്ല. ഇതിനെന്താണ്? പൈതഗോറസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഒരു ഒരു സർക്കിൾ ഉണ്ട്, അതിൽ കോഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇത് 2 ആണ്, ഇത് 3 ആണ്, റേഡിയസ് തന്നിട്ടുണ്ട്, റേഡിയസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് എന്താന്ന് ചോദിക്കും. അപ്പൊ എന്താ ലെങ്ത് ഓഫ് ദി കോഡ്? നമുക്ക് എൽ ഇങ്ങനെ എഴുതാം, 2 into root of r square minus t square. r എന്താണ്? 5 square. 5 square minus 3 square. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 into root of 5 square 25 minus 9 തരും. 25 minus 9 that is 2 into root of 16 തരും. റൂട്ട് ഓഫ് 16 എന്താണ്? 4 ആണ് അല്ലെ? സോ 2 into 4 that is 8 എന്ന് കിട്ടും. 8 ആണ് എന്ത് വരിക? ലെങ്ത് ഓഫ് ദി കോഡ് വരിക. അപ്പൊ കാണാതെ പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല, ഇതെന്താ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഡിസ്റ്റൻസ് എന്താണ്? 3 ആണ്, ഇത് 5 ആണ്. സോ പൈതഗോറസ് തിയറം പ്രകാരം എന്ത് കിട്ടും? 5 square minus 3 square that is 4 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഡബിൾ ആയിരിക്കും എന്ത്? ഇവിടെയും 4 ആയിരിക്കും അല്ലെ? സോ ഡബിൾ 8 ആയിരിക്കും ടോട്ടൽ ലെങ്ത് വരിക. ഓക്കെ, സോ ഇതിലും വരുന്നൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ലെങ്ത് ഓഫ് ദി കോഡ്. ഇങ്ങനെ ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് എന്തായിരിക്കും എന്നുള്ളത്. ഇത് ഓക്കെ ആണോ? ഇത് നോട്ട് ചെയ്തോളൂ, ലെങ്ത് ഓഫ് ദി കോഡ്. ഇത് നോട്ട് ചെയ്തോ? ഇല്ല. ചെയ്തു. നമുക്ക് എന്തായാലും ഇനിയൊരു ഇക്വേഷൻ പഠിക്കേണ്ടതുണ്ട്, അതിലെന്തായാലും ഇത് വരുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ പഠിച്ചില്ലെങ്കിലും നമ്മൾ എന്താക്കും? അവിടെ പഠിക്കും. ഓക്കെ, സോ അത് ലാസ്റ്റത്തെ ഇക്വേഷൻ ആണ്, അതോടുകൂടി ഈ ചാപ്റ്റർ എന്താവും? തീരും. അപ്പൊ ഇത് കഴിഞ്ഞാൽ പറയാം, നമുക്ക് അതും കൂടി എന്താക്കാം? നമുക്ക് റിവൈസ് ചെയ്യാം. എല്ലാരും കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞല്ലേ? സാറേ എല്ലാറ്റും ഉണ്ട്. ഓക്കെ, എന്നാ പെട്ടെന്ന്. ആ സാറേ കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒന്നാണ് കേട്ടോ നീ പറയാൻ പോകുന്നത്. ഓക്കെ,
ഇത് ലാസ്റ്റത്തതാണ് കേട്ടോ, നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിന്റെ അവസാനത്തതാണ്. ഇതെന്താണ് ഞാൻ ഇപ്പൊ വരച്ചത്? എന്താണ് ഹാദി ഇപ്പൊ വരച്ച ലൈൻ സെഗ്മെന്റ് എന്താ പറയാ? കോഡ് അല്ലെ, ഞാണ് അല്ലെ? ഓക്കെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അത് ഈക്വൽ ആയിട്ട് എന്താക്കും, ഭാഗിക്കും. ഓക്കെ. ഇനി ഞാനിപ്പോ സെന്റർ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. സെന്റർ പോയിന്റ് ആണെങ്കിൽ ഇതാ ഇവിടെയാണ് സെന്റർ വരുന്നത്. ഇവിടെ ഞാൻ പെർപെൻഡിക്കുലർ അല്ല വരയ്ക്കുന്നത്. പെർപെൻഡിക്കുലർ അല്ല വരയ്ക്കണമെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അതായത് പെർപെൻഡിക്കുലർ അല്ല വരയ്ക്കുന്നത്, ഇങ്ങനെ ലൈൻ വരക്കാണ്. ഓക്കെ, സെന്ററിൽ നിന്ന് വരക്കുന്ന ലൈനാണ് കേട്ടോ. ഹലോ, ഓക്കെ. ഞാനിപ്പോ ഒരു സെഷൻ കഴിയാൻ ഞാൻ ഇപ്പൊ അറിയിക്കട്ടോ, ഇപ്പൊ വിളിക്കാം, ഒരു 10 മിനിറ്റ് കേട്ടോ. ഓക്കെ. സോ ഇത് ഞാൻ പെർപെൻഡിക്കുലർ അല്ലാതെ ലൈൻ സെന്ററിൽ നിന്ന് വരക്കാണ്. ഇത് ഈക്വൽ ആയിട്ട് ഭാഗിക്കോ? ഇതിനെ കോണിനെ നേരാ ഈക്വൽ ആയിട്ട് ഭാഗിക്കോ ടോട്ടൽ ലെങ്തിനെ? ഇത് O, ഇത് P ആണ്. ഇത് നോക്കുകയാണെങ്കിൽ XY ആണ്. XP യും PY യും ഈക്വൽ ആവുമോ? XP യും PY യും ഈക്വൽ ആവുമോ നേരാ? ആവുമോ? ഇല്ല. കാരണം ഈക്വൽ ആണെങ്കിൽ എന്താണോ, ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം, എന്നാലാണ് ഈക്വൽ ആവുക. പക്ഷെ നമ്മളിത് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതും നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. ഓക്കെ. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെൻട്രൽ നിന്ന് ആ കോഡിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ ലെങ്ത് നമ്മൾ D കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. D. ഓക്കെ. പിന്നെ നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസ് ഉണ്ട് അല്ലെ? നമുക്ക് ഈ സെന്ററിന് ഇങ്ങോട്ട് എന്താക്കും, ലൈൻ വരക്കാം അല്ലെ? ഓക്കെ. ഇതെന്താണ്? ഇതിപ്പോ ഞാനിപ്പോ എന്തെങ്കിലും മാർക്ക് ചെയ്യുകയാണെങ്കിൽ OA എന്നാൽ എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ റേഡിയസും ഡിയും മനസ്സിലായല്ലോ. റേഡിയസ് എന്നാൽ സെൻട്രൽ നിന്ന് സർക്കിളിന്റെ ഏതെങ്കിലും പോയിന്റിലേക്ക് വരുന്ന അത് ആ ലൈൻ സെഗ്മെന്റ് ലെങ്ത് ആണ്. ഇവിടെ ഡി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ കോഡിലേക്ക് കോഡിലേക്ക് വരക്കുന്ന, സെൻട്രലിൽ നിന്ന് വരക്കുന്ന ഒരു ലൈൻ വരക്കും, അതിന്റെ ലെങ്ത് ആണ് കേട്ടോ. സെൻട്രലിൽ നിന്ന് ഈ കോഡിലെ ഏത് പോയിന്റിലേക്കാണോ വരക്കുന്നത് ആ ലൈൻ സെഗ്മെന്റ് ലെങ്ത് ആണ് ഡി. ഓക്കെ. അപ്പൊ ഇതെന്തായാലും ഇവിടെ എന്തായിട്ട് ഇത് രണ്ട് പാർട്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഏതൊക്കെ? ഈ ടോട്ടൽ XY എന്നുള്ള കോഡിനെ ഏതൊക്കെ പാർട്ടായിട്ടാണ് ഭാഗിക്കുന്നത്? പിന്നെന്താ, ഏതൊക്കെ പാർട്ടായിട്ടാണ് ഭാഗിക്കുന്നത്? ഈ OP എന്നുള്ള ലൈന് ഈ XY എന്നുള്ള കോഡിനെ ഏതൊക്കെ പാർട്ടായിട്ടാണ് ഭാഗിക്കുന്നത്? അഭിനന്ദ് നോക്കിട്ട് പറയോ. എന്താ സാർ? OP എന്നുള്ള ലൈൻ ഇല്ലേ, നമ്മൾ സെന്ററിൽ നിന്ന് ഈ കോഡിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റ് ഉണ്ടല്ലോ, ഡോട്ടർ ലൈന്, അത് ഈ കോഡിനെ ഏതൊക്കെ പാർട്ടായിട്ടാണ് ഭാഗിക്കുന്നത്? അതിന്റെ പേര് പറയൂ. ഓക്കെ. ടോട്ടൽ XY അല്ലേ? XY എന്നുള്ള കോഡല്ലേ, അതിനെന്താക്കുന്നുണ്ട്? ഇവിടെ കഷ്ണം മുറിക്കുന്നുണ്ട്, പിയിൽ കഷ്ണം മുറിക്കുന്നുണ്ട്. സോ എന്താണ്? രണ്ട് പാർട്ട്, XP അതേപോലെ PY അല്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതെന്താവില്ല, XPയും PYയും എന്താവില്ല, ഈക്വൽ ആവില്ല. ഈക്വൽ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം. അതായത് ഈ ഡോട്ട് ലൈൻ ഇവിടെ നേരെ കുത്തരുത്, അങ്ങനെ വരണം. ഓക്കെ. സോ ഇവിടെ വരുന്ന റിലേഷൻ ആണ്. ഇവിടെ XPയും അതുപോലെ PYയും അതുപോലെ ഡിയും ആറും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അത് നമ്മൾ എന്താക്കണം? കാണാതെ പഠിക്കണം. ഇതാണ് റിലേഷൻ കേട്ടോ. രണ്ടായി, അതായത് PX ഇൻറ്റു PY, PX ഇൻറ്റു PY, അതായത് ഇതാ PX പറഞ്ഞാൽ അതാണ് ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത് എന്തായിരിക്കും? R² മൈനസ് D². ഇത് എന്തായാലും കാണാതെ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PX ഇൻറ്റു PY R² മൈനസ് D². ഇവിടെ D എന്താണ്? D എന്ന് വെച്ചാൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് ഞാനിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത്. ഓക്കെ.
അതായത് ഇവിടെ ഈ ഡോട്ടർ ലൈനിന്റെ ലെങ്ത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ ഈക്വൽ ആയിട്ട് വായിക്കുമ്പോ എന്താ സംഭവിക്കുക അതുകൂടി വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം. ഈക്വൽ ആയി വായിക്കുമ്പോ പി എക്സും പി വൈ എന്താവും? വാട്ട് വിൽ ബി ദ പി എക്സ് ആൻഡ് പി വൈ? രണ്ടും ഈക്വൽ ആവില്ലേ? ഇല്ലേ? ഈക്വൽ ആയിട്ട് വായിക്കുകയാണെങ്കിൽ പി എക്സും പി വൈയും ഈക്വൽ ആവില്ലേ? നമുക്ക് ഇങ്ങനെ എടുത്തൂടെ? പി എക്സ് ഇസിക്കൽ പി വൈ ഇസിക്കൽ ടു എക്സ് എന്ന് എടുത്തൂടെ? രണ്ടും ഈക്വൽ ആയിട്ട് ഭാഗിക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ 90 ഡിഗ്രി വരികയാണെങ്കിൽ അത് എടുത്തൂടെ? മനസ്സിലായില്ല. ഇത് ഇവിടെ പി എസും പി വൈയും എന്തല്ല ഈക്വൽ അല്ല അല്ലെ? എപ്പോഴാ പി എക്സും പി വൈ ഈക്വൽ ആവാ? ഇത് ഇവിടെ 90 ഡിഗ്രിയിലാണ് ഈ ഡോട്ട് ലൈൻ വരികയാണെങ്കിലാണ് എന്ത് ഈക്വൽ ആവുക? അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? ഇനി അപ്പൊ അങ്ങനെ ഈക്വൽ ആവുമ്പോൾ നമുക്ക് എന്താക്കാം? പി എസും പി വൈയും ഒരേ വാല്യൂ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് എടുക്കാം ഇല്ലേ? അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും എക്സ് ഇൻറ്റു എക്സ്, ദാറ്റ് ഇസ് എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? റൂട്ട് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ വരും ഈ കേസിൽ എടുക്കുമ്പോൾ ഇല്ലേ? ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ഇസിക്കൽ എന്താവും? ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ വരും. സോ എക്സ് എന്ത് വരും? എക്സ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ വരും. എപ്പോ? ഇത് ഈക്വൽ ആയിട്ട് ഭാഗിക്കുമ്പോൾ. ഇത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എക്സ് ഇസിക്കൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷൻസ് ഇവിടെ പഠിക്കണമെന്നില്ല, ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. പി എക്സ് പി വൈ ഇസിക്കൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇനി അവിടെ ഈക്വൽ ആയിട്ട് ഭാഗിക്കുമ്പോൾ എന്താക്കാം? പി എക്സിനും പി വൈക്കും എന്താക്കാം? ഒരു എക്സ് എന്ന് കൊടുക്കുക. സോ എക്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ കിട്ടും. അപ്പൊ എക്സിന്റെ ഡബിൾ, അതായത് പി എക്സിന്റെ ഡബിൾ ആണെന്ത്? ഇവിടെ എന്താ? പി എക്സിന്റെ ഡബിൾ ആണെന്ത് ആയിട്ട് വരാം? അല്ലെങ്കിൽ പി ബിയുടെ ഡബിൾ ആണ് ടോട്ടൽ ലെങ്ത്, അതായത് 2x ആണ് ലെങ്ത് ഓഫ് ദി കോഡ് ആയിട്ട് വരാം, ഞാനിന്റെ നീളമായിട്ട് വരാം. അപ്പൊ എക്സ് എന്താണോ അതിന്റെ 2x എടുക്കുക, അപ്പൊ ലെങ്ത് ഓഫ് ദി കോഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ, ഈക്വൽ ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കിട്ടുന്നത്. സോ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പി എക്സ് ഇൻറ്റു പി വൈ ഇസിക്കൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ, വേർ ഡി എന്താണ്? വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് ഇപ്പൊ നോട്ട് ചെയ്തോളൂ. ഈ അടിയിലത്തെ എഴുതണോ? അടിത്തെ വേറെ സൈഡിൽ എഴുതിച്ചാൽ മതി. അത് അടിത്തെ എന്താണ്? അത് മറ്റേ കേസ് പി എസും പി വൈയും ഈക്വൽ ആണെങ്കിൽ, ഈ പി എസ് ആൻഡ് പി വൈ ഈക്വൽ അതാവുമ്പോഴാണ് ഈ അടിത്തെ കേസ് വരിക. ഇതെന്തിനാന്ന് വെച്ചാൽ താഴത്തെ എന്തിനാ എഴുതി വെച്ചാൽ നമ്മൾ മുകളിൽ പഠിച്ച കേസസ് ഉണ്ടല്ലോ, അപ്പൊ ആ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് കിട്ടാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് ഈ എല്ലോ ഇതിട്ട എന്താണ് നമ്മൾക്ക് നിർബന്ധമായിട്ട് പഠിക്കണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിച്ചത് ഏതൊക്കെയാണ്? എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കും ജസ്റ്റ് നോക്കാം. ഫസ്റ്റത്തെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ത്? ഇങ്ങനെ വരികയാണെങ്കിൽ എ പി ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി ഇൻറ്റു പി ഡി, സെറ്റ് അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ എന്ത്? ഇങ്ങനെ വരികയാണെങ്കിൽ പി സി ഇൻറ്റു പി ഡി ഇസിക്കൽ ടു പി എ ഇൻറ്റു പി ബി. ഓക്കെ, പിന്നെ അതല്ല മൂന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു ടാൻജന്റും കോഡൊക്കെ വരികയാണെങ്കിൽ പി എക്സ് ഇൻറ്റു പി വൈ ഇസിക്കൽ ടു പി ടി സ്ക്വയർ. രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഒരു റിലേറ്റഡ് ആണ്. രണ്ടാമത്തെ തന്നെ നമുക്ക് മൂന്നാമത്തെ കിട്ടും. ഇതേപോലെ പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ലെങ്ത് ഓഫ് ദി കോഡ് പഠിച്ചു. ലെങ്ത് ഓഫ് ദി കോഡ് ഒന്ന് നമ്മൾ ഒരു കോഡിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു അല്ലെ? കോഡ് സെന്ററിൽ നിന്ന് വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈന്, സർക്കിളിന്റെ സെന്ററിൽ നിൽക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണെങ്കിൽ എന്താണ്? അത് ആ കോഡിനെ ഈക്വൽ ആയിട്ട് ഭാഗിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പൈതഗോറസ് തിയറം പ്രകാരം ഈ പകുതി എക്സ് എന്നുള്ളത് നമുക്ക് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ കിട്ടും. ലെങ്ത് ഓഫ് ദി കോഡ് 2x എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടും? 2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട വേറെ സംഭവമാണ്, ഇത് പെർപെൻഡിക്കുലർ അല്ലാതെയാണ് സെൻട്രലിൽ നിന്ന് ഇതിലേക്ക് കോഡിലേക്ക് ലൈൻ സെഗ്മെന്റ് വരക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ വരുന്ന ഇക്വേഷൻ ആണ് പി എക്സ് ഇൻറ്റു പി വൈ ഇസിക്കൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പറഞ്ഞെന്താണ്? ക്ലിയർ ആയില്ല. ഓക്കെ, സെൻട്രലിൽ നിന്ന് പെർപെൻഡിക്കുലർ അല്ലാതെ ഒരു ലൈൻ സെഗ്മെന്റ് കോഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അതും ഈ കോഡിനെ രണ്ടായിട്ട് ഭാഗിക്കുമല്ലോ, പക്ഷെ ഈക്വൽ ആയിട്ട് ഭാഗിക്കത്തില്ല. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ ആണ്. ഈ പി എക്സ് രണ്ടായി ഭാഗിക്കുന്ന ഒരു കഷ്ണമായ പി എക്സ് ഇൻറ്റു പി വൈയുടെ ലെങ്ത് എന്തായിരിക്കും? ആർ സ്ക്വയർ, റേഡിയസിന്റെ സ്ക്വയർ മൈനസ്
ഈ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റ് ലെങ്ത് സ്ക്വയർ ദാറ്റ് ഇസ് ഡി സ്ക്വയർ. ഓക്കെ, അത്രയും പഠിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ആദ്യം ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കാം. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ലേ? കാണുന്നുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ? അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 8 സെന്റിമീറ്റർ പോയിന്റ് പി മാർക്ക്ഡ് 3 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി കോഡ് ത്രൂ പി വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ഡയമീറ്റർ ടു പി. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 23-2. ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സർക്കിളിന്റെ റേഡിയസ് പറഞ്ഞത്, ആരം പറഞ്ഞത് 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ് ഫിഗർ. ഇതാണ് ഇതിന്റെ ഫിഗർ ആണ്. പോയിന്റ് പി ആണ് ഇവിടെ ഉണ്ട്. ഈ പിന്റെ പ്രത്യേകത എന്താ? 3 സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ. ഇവിടെ സെന്റർ നമ്മൾ ഓ എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് എന്താ 3 സെന്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഇത് എത്രയാണ്? 3 സെന്റിമീറ്റർ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് അതായത് ഒ പി എന്നുള്ളത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിൽ എന്താണ്? ആ ഡി എന്നുള്ള സംഭവം അല്ലേ, അതാണ് 3 സെന്റിമീറ്റർ. ഓക്കെ, അതായത് ഫസ്റ്റ് അവർ പറഞ്ഞത് ഒരു സർക്കിൾ ഉണ്ട്, 8 സെന്റിമീറ്റർ ഉള്ള സർക്കിൾ ഉണ്ട്, അത് നമ്മൾ അവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ഒരു പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത്. പി എന്നുള്ള പോയിന്റിന് എന്താ പ്രത്യേകത? 3 സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ എന്നാണ്. അപ്പൊ ഇത് സെന്റർ ഓ ആണെങ്കിൽ ഇവിടുന്ന് ഒരു 3 സെന്റിമീറ്റർ അകലത്ത് നമ്മൾ പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത്. ഇത് 3 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ പിയിലൂടെ ഒരു കോഡ് വരച്ചു. നമ്മൾ ഒരു കോഡ് വരച്ചു വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ദി ഡയമീറ്റർ. അതായത് ഇങ്ങനെ ഒരു കോഡ് വരച്ചു എന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ നമുക്ക് ഡയമീറ്റർ എന്നാൽ ഇങ്ങനെയല്ലേ വരിക. അതായത് ഇവിടെ എ ബി ആണ് ഡയമീറ്റർ, അതിന് പെർപെൻഡിക്കുലർ ആയി കൂടെ നമ്മളൊരു കോഡ് വെച്ചു. അതായത് സി ഡി എന്നുള്ള ഒരു കോഡ് വെച്ചു. പറഞ്ഞോളൂ. ക്ലിയർ ആയില്ല? ഓക്കെ, തിരക്കുണ്ടോ? ഓക്കെ, എന്നാലും വായിക്കോളാം. ഓക്കെ, നിനക്ക് ഇതുണ്ടല്ലേ, മാച്ച് ഉണ്ടല്ലോ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കൂ. ആദ്യം ഒരു സർക്കിള് 8 സെന്റിമീറ്റർ സർക്കിള് വരച്ചു. പിന്നെ നമ്മളൊരു പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ആ പി എന്നുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? 3 സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ ആണ് അല്ലെ. എന്നിട്ട് ആ പിയിലൂടെ നമ്മൾ എന്താക്കി? ഒരു കോഡ് വരച്ചു. ആ കോഡിന്റെ പ്രത്യേകത എന്താണ്? ആ പിയിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഇങ്ങനെ ഒരു എന്ത് കോഡ് വരച്ചു. ഓക്കെ, ഇത് ഫിഗർ അല്ല കേട്ടോ, ഇത് നമുക്ക് ഡയമീറ്റർ ആയിട്ട് തോന്നുന്നില്ലല്ലോ. ഒന്ന് ഇതാക്കട്ടെ. ഓക്കെ, ഞാൻ ബോർഡ് എടുക്കട്ടെ. ഓക്കെ, ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവര് പറഞ്ഞ ആദ്യം 8 സെന്റിമീറ്റർ ഉള്ള സർക്കിൾ വരച്ചു. എന്നിട്ട് ഒരു പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് അല്ലെ. പി എന്നുള്ള പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്തത്? പി എന്നുള്ള പോയിന്റ് സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ അകലെ ഒരു പി എന്നുള്ള പോയിന്റ്. അപ്പൊ ഞാൻ പി എന്നുള്ള പോയിന്റ് ഏകദേശം ഇവിടെ മാർക്ക് ചെയ്ത്.
സെൻട്രൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെ. ഓക്കെ, എന്നിട്ട് എന്താ പി എന്നുള്ള പോയിന്റിൽ കൂടെ ഒരു കോഡ് വരച്ചു. പി എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് കുറെ കോഡ് വരച്ചൂടെ? പി എന്നുള്ള പോയിന്റിലൂടെ ഇതിപ്പോ പി എന്നുള്ള പോയിന്റ് ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു കോഡ് വരക്കാം അല്ലെ? അതുപോലെ നമുക്ക് എന്താക്കാം, വേണമെങ്കിൽ ഇതാ പി എന്നുള്ള പോയിന്റിൽ കൂടെ ഇങ്ങനെ ഒരു കോഡ് വരക്കാം. എങ്ങനെ വരച്ചുകൂടെ? പി എന്നുള്ള പോയിന്റിൽ കൂടെ കുറെ കോഡ് വരക്കല്ലോ, വരച്ചൂടെ? ഒരു പോയിന്റിൽ കൂടെ നമുക്ക് ഇഷ്ടം പോലെ കോഡ് വരക്കാൻ പറ്റും. പക്ഷെ ഇവരെന്താ പറഞ്ഞത്, കോഡ് എന്താ ആ പി എന്നുള്ള പോയിന്റിലുള്ള ഡയമീറ്റർ ഉണ്ടല്ലോ അതിന് പെർപെൻഡിക്കുലർ ആണെന്നാ പറഞ്ഞത്. സോ നമുക്ക് അങ്ങനത്തെ ഒരൊറ്റ കോഡ് മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. അപ്പൊ പി എന്നുള്ള പോയിന്റ് ഞാൻ ഏകദേശം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പി. അപ്പൊ പി എന്നുള്ള പോയിന്റിൽ കൂടെ വരുന്ന ഡയമീറ്റർ പറഞ്ഞാൽ ഒന്നല്ലേ നമുക്കുള്ളൂ. അത് ആദ്യം നമുക്ക് ഡയമീറ്റർ ഒന്ന് വരക്കാം. പി എന്നുള്ള പോയിന്റിൽ കൂടെ, ഇതാണ് പി എന്നുള്ള പോയിന്റിൽ കൂടെ ഉള്ള ഡയമീറ്റർ. ഇതിന് പെർപെൻഡിക്കുലർ ആയ കോഡ് എന്ന് പറയുമ്പോൾ ആകെ ഈ ഒരു കോഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ എന്നിട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പൊ നമ്മൾ കോഡ് വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി കോഡ്. ഈ കോഡിന്റെ ലെങ്ത് എന്താണെന്നാണ് കാണേണ്ടത് അല്ലെ? സോ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 6 തന്നിട്ടുണ്ട്. 6 എത്താണ്? 8 സെന്റിമീറ്റർ ആണ്. ഇവിടെയുള്ള ഈ ഡി തന്നിട്ടുണ്ട്. ഇതാണ് ഡി. ഡി എത്ര തന്നിട്ടുണ്ട്? 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതാണ് 6. ഇതാണ് 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് എന്താ ചോദിച്ചത്? അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്, ഈക്വൽ ആയിട്ട് ഭാഗിക്കും. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ദി കോഡ് എന്താ? 2x എന്നാണല്ലേ ലെങ്ത് ഓഫ് ദി കോഡ്. അതെന്താണ്? എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ മതി. ഇതിപ്പോ എക്സ് വൈ എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഇത് പി എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എക്സ് ഇൻറ്റു പി വൈ ഈസിക്കൽ ടു എന്താ? ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. അതും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ പി എക്സും പി വൈയും ഈക്വൽ ആണ്. സോ നമുക്ക് ഇത് പി വൈ നമുക്ക് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് അതെന്തായിട്ട് കിട്ടും? ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ആർ സ്ക്വയർ പറഞ്ഞാല് 8ന്റെ സ്ക്വയർ ആണ്. മൈനസ് ഡി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 3 സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? എസ് സ്ക്വയർ ഈസിക്കൽ ടു 8 സ്ക്വയർ ആണ് 64. 64 മൈനസ് 9 പറയുമ്പോൾ എന്താവും? 64 മൈനസ് 9 ദാറ്റ് ഈസ് 55 എന്ന് കിട്ടും അല്ലെ? സോ നമുക്ക് എക്സ് എന്ത് കിട്ടും? സ്ക്വയർ ആണ് 55. സോ സ്ക്വയർ പോകുമ്പോൾ √55 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ലെങ്ത് ഓഫ് ദി കോഡ് ആകാണ്ട് ഇത് ഒരു എക്സ് ഇങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് എന്താ? ലെങ്ത് ഓഫ് ദി കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി കോഡ് എന്താ? 2x ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു √55. ദാറ്റ് ഈസ് 2√55. ഇങ്ങനെ എഴുതാം നമുക്ക്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി കോഡ് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി കോഡ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് ദി കോഡ് ഇവിടെ ആയിരുന്നു. യാ, ലെങ്ത് ഓഫ് ദി കോഡ് 2x is equal to 2 into root of r square minus d square. അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം? ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലും ആറും ഡിയും എന്താക്കുക? ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 6 8 ആണ്. ഡി എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രൽ നിന്ന് കോഡിലേക്കുള്ള അകലാണ്. അതൊക്കെ തന്നിട്ടുണ്ട്. സോ ലെങ്ത് ഓഫ് ദി കോഡ് മീൻസ് ലെങ്ത് എന്താണ്? 2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മീൻസ് 8ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ. സോ 2 ഇൻറ്റു റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ നമ്മൾ ഇവിടെ കണ്ട 64 മൈനസ് 9 ദാറ്റ്സ് 2√55 എന്ന് വരും. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? നമ്മൾ പഠിച്ചതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ക്ലിയർ ആണോ? അതിന് കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ പഠിച്ചത് തന്നെ, പക്ഷെ ക്വസ്റ്റ്യൻ ഇത്തിരി വളഞ്ഞ രീതിയിലാണ് ചോദിച്ചത്. ഡയറക്റ്റ് ചോദിക്കുന്ന പകരം ഫിഗർ തന്നെ ചോദിക്കുന്ന പകരം എന്താണ് ഇങ്ങനെ സെന്റൻസ് ആക്കി ചോദിച്ചു. സോ നമ്മൾ ആദ്യം അതിന് ഫിഗർ വരച്ചു ജസ്റ്റ് എഴുതുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
ഓക്കെ ആണോ? ആ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കല്ലേ? ആ അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ സ്കിപ്പ് ആക്കിയത്, അത് നോക്കാം. അത് ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഓക്കെ. നമുക്ക് 0-0 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 0-0 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സ്കിപ്പ് ആക്കിയത്. ദിസ് വൺ, ഈ ക്വസ്റ്റ്യൻ അല്ലേ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ എ ബി എന്നാൽ എ ബി ഇസ് എ കോഡ് ത്രൂ പോയിന്റ് പി. ഓക്കെ, ഇൻസൈഡ് ദ സർക്കിൾ. സെന്റർ O ആണ് സർക്കിളിന്റെ. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഇതിന്റെ റേഡിയസ് എന്താണെന്ന് ചോദിച്ചു. എങ്ങനെ കണ്ടെത്തും? ആർക്കെങ്കിലും അറിയാവോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ കണ്ടെത്തും? ഫിഗറും തന്നിട്ടുണ്ട് ഡയറക്റ്റ്. നേരെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായോ? നേരാ ഈ ഒരു ക്വസ്റ്റ്യന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇവിടെ പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താണ്? റേഡിയസ് ആണ്. ഇതെങ്ങനെ ചെയ്യുക? ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ആർക്കും കത്തില്ല? അഭിനന്ദൻ മനസ്സിലായില്ല? ഇവിടെ എ ബി എന്താ? കോഡാണ്. ഒ പി എന്താണ്? സെൻട്രലിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈൻ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടല്ല വരച്ചത്. സോ ഇത് ഈക്വൽ ആയിട്ട് ബാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ 4, 1 തന്നത് അല്ലെ? സോ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻ എന്താണ് നമ്മൾ പഠിച്ച റിലേഷൻ? ആകെ 4 ഇക്വേഷൻസ് പഠിക്കുന്നുള്ളൂ. അത് ഒരു ഇക്വേഷൻ ആണ്. ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏത് ഇക്വേഷൻ? ഒന്നാമത്തെ. ഓക്കെ, അത് ഏതാണ് പറയൂ? സാർ എത്രാമത്തെ ക്വസ്റ്റ്യനാ? 20. ഇത് മറ്റേ 0-0 എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ? 0-0 ഒന്നാമത്തെ ഇതില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ? അതിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 0-0 ആ 0-0 സ്റ്റാൻഡേർഡ് 10 മോഡൽ ക്വസ്റ്റ്യൻ എന്നുള്ള ആദ്യത്തെ 20ാമത്തെ ക്വസ്റ്റ്യൻ. ബോർഡ് കാണുന്നില്ല? ഇൻഡു പി ഗ്യാപ്പ് ഇതാണ് അല്ലേ? അല്ല, ബോർഡ് ഇല്ല സാറേ, ബോർഡിൽ കാണില്ല. അത് പറയണ്ടേ? ഞാൻ നിങ്ങൾ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. കണ്ടോ? 20. ആ ആ ഇതില് ആ. ഫിഗർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ച റേഡിയസ് എന്താന്നാ ചോദിച്ചത്. ഓക്കെ, സംഭവം എന്താ? 3 അല്ലേ? റേഡിയസ് 3 ആവോ? 3 പറഞ്ഞാൽ ഇവിടെ ഒ പി അല്ലേ? റേഡിയസ് പറഞ്ഞാൽ ഓയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? ആ സോറി. 3-നേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരക്കുന്ന ഒരു ലൈൻ സെഗ്മെന്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ബാധിക്കും. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ അതിനൊരു റിലേഷൻ ഉണ്ട്. എ പിയും പി ബിയും അതുപോലെ റേഡിയസും പിന്നെ അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ദി സെന്റർ, ആ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത്. അത് നമ്മൾ എന്താ റിലേഷൻ എന്താണ്? നമ്മൾ ആകെ 3 ഇക്വേഷൻസ്, 3 അല്ലെങ്കിൽ 4 ഇക്വേഷൻസാ പഠിക്കുന്നത്. അതിലൊരു ഇക്വേഷൻ ആണ്. ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടേ? നേര ഏതാ യൂസ് ചെയ്യേണ്ടേ? നേര നേരെ കേൾക്കുന്നില്ലേ? ആ ഏത് ഇക്വേഷനാ യൂസ് ചെയ്യേണ്ടേ? നമുക്ക് ആകെ ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് അത്ര 4 ഇക്വേഷൻസ് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഏത് യൂസ് ചെയ്യണം? അഭിനന്ദ ഏതാണ്? രണ്ടാമത്തെയാ? രണ്ടാമത്തേതോ? രണ്ടാമത്തത് പി എന്റെ പി ബി, പി സിന്റെ പി ഡി ആണോ? ഞാൻ പറഞ്ഞില്ലേ, അല്ല അതല്ല. വൃത്തത്തിന്റെ സെന്ററും കോഡും കോഡിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റ് അതും പിന്നെ അത് ഭാഗിക്കുന്ന ആ രണ്ട് ഇത് അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? എന്താ ഇത്? ഇവിടെ എന്താ? പി എന്റെ പി ബി സിക്കൽ ടു ഇങ്ങനെ എഴുതിക്കൂടെ?
പി എ ഇൻറ്റു ഇവിടുത്തെ പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു പി ബി സിക്കൽ ടു എന്താ? ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ആ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. എത്രാമത്തെ ഇക്വേഷൻ ആണ്? നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ. അപ്പൊ ഇതിന്ന് എന്താ? പി എ തന്നിട്ടുണ്ട്. പി എന്താ ഇവിടെ തന്നത്? പി എത്രയാണ്? നേര പി എത്രയാണ്? പി എന്താണ്? പി എ 4, 4. പി ബി എന്താ? 1. 4 into 1 നമുക്ക് കാണേണ്ട റേഡിയസ് ആ, അത് അതേപോലെ എഴുതി. ഡി സ്ക്വയർ എന്താ? ഡി എന്താ ഇവിടെ? അഭിനന്ദ എന്താണ് ഡി? വാട്ട് ഇസ് ഡി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ, അതാണ് ഡി. എന്താണ് ഡി ഇവിടെ? 3 സ്ക്വയർ. അപ്പൊ ഇതിന്ന് 6 കണ്ടെത്തിക്കൂടെ? അപ്പൊ 4 into 4 ആണ്, 4 into 1 ആണ്, 4 ആണ്. 4 is equal to r square minus 3 square. 3 square means 9 തരും അല്ലെ? സോ മൈനസ് ആണ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ r square is equal to 4 plus 9. 4 plus 9 means root 13 അല്ല, 4 plus 9 13 അല്ലെ? പിന്നെ 6 എന്താവും? സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ റൂട്ട് 13. ആൻസർ കിട്ടിയോ? ഇത് വളരെ സിമ്പിൾ അല്ലേ? ഇതാണ് 2 മാർക്കിന് ചോദിച്ചതാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ OB റൂട്ട് 13. OB ആണ് റൂട്ട് 36. പക്ഷെ നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്താൽ മതി. അതായത് ഒരു കോഡിലേക്ക് ഒരു സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ലൈൻ സെഗ്മെന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ? ഇതാണ് റിലേഷൻ. പി എ ഇൻറ്റു പി ബി സിക്കൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതല്ലാതെ വേറെ രീതിയിലൊക്കെ കണ്ടെത്തട്ടോ. ഇത്തിരി കാണാതെ പഠിക്കാൻ തീരെ പറ്റൂല എന്നുണ്ടെങ്കിൽ കുറെ വളഞ്ഞ സ്റ്റെപ്പ് വഴിയൊക്കെ ഇതെന്താക്കാം, ഇത് കണ്ടെത്താവുന്നതാണ്. ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. പൈതഗോറസ് തിയറം വെച്ചിട്ടൊക്കെ കണ്ടെത്താം. ഓക്കെ, 2 വട്ടം പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ അത് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് എന്താക്കാം, എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് 2 ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഇതിൽ ഒരു ചെറിയൊരു പോർഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ കൂടെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതോടുകൂടി നമുക്ക് എന്താ അത് വൈൻഡപ്പ് ആക്കാം. നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി എന്തൊക്കെ ഉണ്ടെങ്കിലും നോക്കട്ടോ. കഴിഞ്ഞോ? അത് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയണേ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഹലോ, പുറത്ത് ഭയങ്കര പൊട്ടിക്കൽ ഇത് പരിപാടി എടുക്കാണ്, ഇലക്ഷന്റെ. കഴിഞ്ഞോ? അത് കഴിഞ്ഞോ? ലാസ്റ്റ് ഇതിന് യൂണിറ്റും കൂടി എഴുതണേ. 6 റൂട്ട് 13 എന്താ? സെന്റിമീറ്റർ ആണ് കേട്ടോ. അതും കൂടി എഴുതണേ, സെന്റിമീറ്റർ ഒന്നും കൂടി എഴുതണം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ഞാൻ 0 to സ്റ്റാൻഡേർഡ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. അപ്പൊ ഇതിന് ഏതൊക്കെയാ വന്നത് നോക്കട്ടെ. ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അതും നമുക്ക് ഈ ചാപ്റ്ററിനുള്ളതാണ്. അത് ഞാൻ സ്കിപ്പ് ചെയ്തതിന്. അത് നമുക്ക് ജസ്റ്റ് അതും കൂടി പഠിച്ചിട്ട് എന്താക്കാം, നമുക്ക് വൈൻഡപ്പ് ആക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ അറിയാ? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 6 cm ആൻഡ് 3 cm. ഓക്കെ, അതായത് ഒരു 6 cm 3 cm ഒരു റെക്ടാംഗിൾ വരയ്ക്കാം. ഈ സൈഡ് വരച്ചൂടെ നമുക്ക്? എങ്ങനെ 6 cm 3 cm സൈഡുള്ള റെക്ടാംഗിൾ എങ്ങനെ വരയ്ക്കാം? ഈസി അല്ലേ?
ഇതാ 6 സെന്റിമീറ്റർ സ്കെയിൽ എടുക്കുക, ഇങ്ങനെ വരയ്ക്കുക അല്ലെ. 3 സെന്റിമീറ്റർ എടുക്കുക, അതിന്റെ പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എന്താ യോജിപ്പിക്കുക. ഇതാണ് 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ റെക്ടാങ്കിൾ. പിന്നെന്താ വെച്ചേ, ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. ഓക്കെ, ഇതിന്റെ അതേ ഏരിയ, ഇതിന്റെ ഏരിയ എന്താണ്? ഇതിന്റെ ഏരിയ എന്താണ്? എന്താ ഇതിന്റെ ഏരിയ? ഇത് 6 ആണ്, ഇത് 3 ആണ്. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്? റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്? 18 ആണോ? ആ, BH അല്ലെ, ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത്തിന്റെ അടുത്ത് 6 into 3. അപ്പോ 6 into 3 ദാറ്റ് ഈസ് 18 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് എന്ത് ഏരിയ. ഇനി എന്താ പറയേണ്ടത്? ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. സ്ക്വയർ എന്ന് എന്താ അറിയാലോ, ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയുള്ള ഒരു എന്താണ്, ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, ഒരു റെക്ടാങ്കിൾ ആണ് എന്ത് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ എന്താക്കണം? ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ സ്ക്വയറിന്റെ ഏരിയ ആകുമ്പോൾ ഇത് എ നിൽക്കുക, അപ്പൊ ഇത് എ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സ്ക്വയറിന്റെ ഏരിയ എന്താണ്? എ സൈഡ് എ ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? A square. ഓക്കെ, അപ്പൊ എ സ്ക്വയർ എന്തായിരിക്കണം? ഇവര് പറഞ്ഞത് സെയിം ഏരിയ ആണ്, 18 ആയിരിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കണം? എ എന്തായിരിക്കണം? എ എന്തായിരിക്കണം? എ സ്ക്വയർ 18 ആണെങ്കിൽ എ എന്തായിരിക്കണം? എ സ്ക്വയർ 18 ആവുമ്പോ എ എന്താവും? സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടോ എന്താ കിട്ടും? നേരാ എ എന്ത് കിട്ടും? 3 ആണോ? അപ്പൊ പിന്നെന്താ എത്ര കിട്ടുക? എ സ്ക്വയർ 18 ആണെങ്കിൽ എ എന്താ? റൂട്ട് റൂട്ട് 18. റൂട്ട് 18. സ്ക്വയർ എന്നത് റൂട്ട് ആവും. അപ്പൊ നമുക്ക് വരച്ചുകൂടെ സ്ക്വയർ അല്ലെ, ഒരു എ റൂട്ട് 18 ലെങ്ത് വരച്ചാണ്ട് നമുക്ക് എന്താക്കാം, ഇങ്ങനെ സ്ക്വയർ വരക്കാം. അതാണ് ഇതിന്റെ ആൻസർ. ഈ സൈഡ് വരച്ചുകൂടെ? ഇത് റൂട്ട് 18. അതെങ്ങനെയാണ് എങ്ങനെ? റൂട്ട് 18 എങ്ങനെ കിട്ടും? ഓക്കെ, അപ്പൊ റൂട്ട് 18 നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റത്തില്ല അല്ലെ. ആ കറക്റ്റ് വാല്യൂ അറിയില്ലല്ലോ റൂട്ട് 18. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അത് ഈ സർക്കിൾ ആൻഡ് ലൈൻസ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. സോ നമുക്ക് ആ പാട്ടും കൂടി എടുത്തിട്ട് എന്താക്കാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞാനത് പറഞ്ഞുതരാം കേട്ടോ.